السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن وأحصوا العدة. طلاഖ് സൂറത്ത് ത്വലാഖാണ്. 65-ാമത്തെ സൂറത്താണ്. ത്വലാഖ് എന്ന വിഷയത്തിൽ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. വലിയ ഒരളവോളം ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ത്വലാഖ്. പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കും അത് ബോധ്യമാകും. ഇതിൻ്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ത്വലാഖ് ഒരു പാപമാണ് എന്ന തെറ്റിദ്ധാരണ. അത് ശരിയല്ല. അത് പലർക്കും ഉള്ളൊരു കാര്യമാണ്. പലരും പറയുന്ന കാര്യമുണ്ട്, അള്ളാഹു ഏറ്റവും വെറുപ്പോടെ അനുവദിച്ചിട്ടുള്ള കാര്യം. അങ്ങനെയൊന്നും അതിനെ കാണേണ്ടതില്ല. അത് അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അതില്ലാത്ത ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. എന്തുമാത്രം നരകതുല്യമായിരിക്കും ഒരു കുടുംബജീവിതം. ഉദാഹരണമായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഒരു വിവാഹം കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്, ഭാര്യയാണ് അറിയുന്നത് ഭർത്താവിന് ഒരു അവിഹിതമുണ്ടെന്ന് മാത്രമല്ല, അവർ ശാരീരികമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ അവരിപ്പോഴും ബന്ധങ്ങളും അവരിടക്ക് പോവുകയോ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു അവിഹിതം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. അത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അവർ കല്യാണം കഴിച്ച് ജീവിക്കല്ലേ, അവളും ഭാര്യയായിട്ട് തുടർന്നോട്ടെ എന്നൊരു ഭാര്യ ധരിക്കുകയാണെങ്കിൽ അതൊക്കെ. അതല്ല, ആ ഭാര്യയ്ക്ക് ഉടനെ വിവാഹമോചനം തന്നെ വേണം എന്ന് ഭാര്യ ശഠിക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിന് 100% ഇസ്ലാമിൽ അംഗീകാരമുണ്ട്. അപ്പോൾ അത് ത്വലാഖിലേക്ക് പോകേണ്ട ബന്ധം തന്നെയാണിത്. ഈ ബന്ധം വേർപ്പെടേണ്ടതാണ്. ഇനിയിപ്പോൾ അതല്ല, മറ്റൊരു വളരെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പലതും നമ്മളിപ്പോൾ എത്ര അന്വേഷണങ്ങൾ നടത്തിയാലും ചില കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അറിയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ അത് പിന്നെ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും അറിയാം. ആ ചില ഡ്രഗ് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, മദ്യം പോലെയല്ല, അല്ലാത്ത പല ഡ്രഗ്സും ഉള്ളത് കൊണ്ട് തന്നെ അതെപ്പോഴാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും വീട്ടുകാർ പോലും അറിയാത്ത രീതിയിലായിരിക്കണം അത് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെയുള്ള അനിവാര്യമായ ഘട്ടങ്ങളിൽ ഒരു കുടുംബജീവിതത്തിൽ പിരിയേണ്ട സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ പിരിയുന്നത് ഇസ്ലാമികമായി അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 2, ത്വലാഖ് ചെയ്യപ്പെട്ട ഒരു പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവർ ഈ സമൂഹത്തിൽ നമ്മൾ വല്ലാത്ത ഒരു മോശമായിട്ട് കാണുന്നൊരു പൊതുധാരണ മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളീയ മലയാളികൾക്കിടയിലുണ്ട്. അതും ശരിയല്ല. ഒരാൾ വിവാഹമോചിതയായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ വല്ലാത്തൊരു കണ്ണിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കൊടുത്തു എന്നത് ഒഴിച്ചാൽ അതിലപ്പുറത്തേക്ക് അവരെ മോശക്കാരായിട്ട് കാണേണ്ടത് അള്ളാഹിൻ്റെ വിധിയാണ്. ഖദ്ദർ അല്ലാഹ് ബിഇദ്നില്ല, ബസ്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ത്വലാഖ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ എന്തൊക്കെയാണ്? ഈ പരിധികളൊന്നും പാലിക്കാതെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക ത്വലാഖുകളും എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കത് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ യാ അയ്യുഹൻ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അല്ലയോ പ്രവാചകരെ. അപ്പോൾ നബിയോട് പറയുകയാണ്, അത് ലോക ജനതയോട് ഇസ്ലാമിൻ്റെ ശരീഅത്തായിട്ട് നിയമമായിട്ട് അംഗീകരിക്കാൻ വേറൊന്നും വേണ്ടല്ലോ. നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളോടുകൂടിയാണ്, ലോക ജനതയോടാണ്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുള്ള നിയമമായി, ഇസ്ലാമിക നിയമമായിട്ട് പറയുന്നതാണ്. അതോട് അനുബന്ധമായിട്ട് നമ്മൾ സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്ത ത്വലാഖ് മർറത്താൻ, 2 പ്രാവശ്യമേ ത്വലാഖുള്ളൂ, മൂന്നാമതില്ല. അപ്പോൾ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ
അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അത് തന്നെ ഒന്ന് ഉറപ്പിച്ച് പറയുന്ന നിയമമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന സൂറത്താവണം ഇത് എന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. നിങ്ങൾ തൊല്ലഖത്തുമുന്നിസ, തലാഖ് ചെയ്യുകയാണെങ്കിൽ, സ്ത്രീകളെ നിങ്ങൾ തലാഖ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ സ്ത്രീകളെ തലാഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് ഒരു ഖുൽഅ് ചെയ്യാൻ, അഥവാ പുരുഷനെ, അതും തലാഖ് തന്നെയാണ്, ഡിവോഴ്സ് എന്ന വാക്കാണ്. ഇപ്പോൾ നമ്മൾ ഡിവോഴ്സ്, വേർപിരിയൽ എന്നാണ് ഇപ്പോൾ നമുക്കിതിന് മലയാളം വെക്കാൻ പറ്റുക. അപ്പോൾ ഈ തൊലാഖ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം സ്ത്രീകൾക്കും ചില ഘട്ടങ്ങളിൽ അവരങ്ങോട്ട് മഹർ തിരിച്ചു കൊടുത്തിട്ട് പോകേണ്ട ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട്. അതും ഇസ്ലാമിൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന വലിയൊരു മഹത്വം. അതായത് പുരുഷൻ മാത്രം പെണ്ണിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് തടി രക്ഷപ്പെടുക എന്നതിലപ്പുറത്തേക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ദുരുപയോഗപ്പെടുത്തുന്നവരുമുണ്ട് എന്നത് സത്യമാണ്. ഉദാഹരണമായിട്ട് ഒരു പുരുഷന് മറ്റൊരു അവിഹിതം, ഒരു വലിയ സമ്പത്തുള്ള ഒരു പെണ്ണിനെ വേറെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കിട്ടിയ ഉടനെ രണ്ടാമത്തിന് 2-3 തലാഖിൽ വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടാനൊന്നും ഇസ്ലാമിൽ അനുവാദമില്ല. അതിനും ചില നിയമപരമായ പരിധികളുണ്ട്. ആ പരിധികളൊന്നും പാലിക്കാതെയാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മഹല്ലുകളിലും നടക്കുന്ന തലാഖുകൾ. ഇസ്ലാമിൻ്റെ ശരിയായ പരിധികൾ പാലിക്കാതെയാണ് എന്നത് സത്യമാണ്, നഗ്നമായ സത്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പരിസരത്തും ഒക്കെ നിക്കാഹും തൊലാഖൊക്കെ നടക്കുന്നുണ്ടാവും. നിക്കാഹ് ഇസ്ലാമിൻ്റെ പരിധികളൊക്കെ പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ തൊലാഖ് അങ്ങനെയല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് പോവാം. അപ്പോൾ നിങ്ങൾ തൊലാഖ് ചെയ്യുകയാണെങ്കിൽ ഫതുല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദ. അപ്പം ഇദ്ദാകാലം, വിവാഹമോചനം അവർക്ക് ഇദ്ദ നൽകിക്കൊണ്ടായിരിക്കണം. വിവാഹമോചനം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇദ്ദ തുടങ്ങാനുള്ള അവസരത്തിലാണ് വിവാഹമോചനം. ഇദ്ദ തുടങ്ങാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ ആർത്തവകാലത്ത് ചെയ്യരുത് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ, ഒരു സഹോദരിയുടെ ആർത്തവകാലം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം, മാക്സിമം 10 ദിവസം, ആ ഒരാഴ്ചയോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരാൾ വിവാഹമോചനം തീരുമാനിക്കുകയാണ്, ഒരു പുരുഷൻ. പീരീഡ് തുടങ്ങുന്ന 1-ാം തീയതിയാണ്. ഇപ്പം ഒരു തിങ്കളാഴ്ച രാവിലെ എണീറ്റിട്ട് ഈ മനുഷ്യൻ തലാഖ് ചെല്ലാൻ തീരുമാനിച്ചു. നമ്മൾ നടക്കൂല. അപ്പോൾ അവൾ പറയാം എനിക്ക് പീരീഡാണ്. എന്നപ്പോൾ വേണ്ട. അപ്പോൾ ഇയാൾ ഇനി ഒരാഴ്ച കാത്തിരിക്കണം, 10 ദിവസം. ഇസ്ലാമിൽ ഏറ്റവും ഇവിടെ ഒരു തമാശയുണ്ട്, എന്നാൽ ഒരു ക്ഷമയുണ്ട്, ഒരു പരീക്ഷണമുണ്ട്. ഇത് അള്ളാൻ്റെ നിയമമാണ്. ഈ നിയമം തെറ്റിച്ചവൻ ഇസ്ലാമിക ഖുർആനെയാണ്, അള്ളാഹുവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്, വഞ്ചിക്കാനെ തെറ്റിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമത്തെ ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, തെറ്റിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും നിയമപ്രകാരമല്ല പല ഈ തലാഖ് ചെയ്ത വ്യക്തികളോട്. അതിന് പല പല കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുപോലും അവസരം കിട്ടാറില്ല. ഒരു സഹോദരിയോട് തലാഖ് ചൊല്ലാനുള്ള അവസരം പോലും ഇല്ലാതെ, ഒന്നെങ്കിൽ പിന്നെ മിക്ക കേസും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പെണ്ണ് പിറ്റേത്തെ ദിവസം, ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഒന്നെങ്കിൽ വാഹന സൗകര്യം വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വണ്ടി ഉണ്ടാവും, വണ്ടി എടുത്ത് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നീട് അങ്ങോട്ടാണ് ഈ തലാഖിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പിന്നെ നടക്കുക. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈ വക ഇസ്ലാമികമായ യാതൊരു പരിധിയും പാലിക്കാതെയാണ് നമ്മുടെ നാട്ടിൽ തലാഖ് നടക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള, എന്നാലാവട്ടെ എന്താണ് ഈ പിന്നെ ഉലമാക്കളും മസ്ജിദ് പള്ളി കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവരൊക്കെ അങ്ങനെ ഖുർആനെ വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊക്കെ പറയുന്നത് കൊണ്ട് ചില ആളുകൾക്ക് വിഷമമുണ്ടാവും, എങ്കിലും പറയേണ്ടത് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും, ഇത് പറയേണ്ടി വരും. സത്യമാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക നിക്കാഹ്, നിങ്ങൾ തൊലാഖ് പഠിക്ക്. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ല, എന്നെയല്ല നിങ്ങൾ കേൾക്കുന്നത്, അള്ളാഹുവിനെയാണ്, അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹിൻ്റെ കലാമ് വെച്ചുകൊണ്ട് ഈ നിയമപരിധികൾ പാലിക്കാതെയാണ് എന്ന് ഈ സൂറത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തും. ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ നാട്ടിൽ, നമ്മളെ ഫാമിലിയിൽ തന്നെ തൊലാഖ് നടന്നിട്ടുണ്ട്, അതൊന്നും ഈ പരിധിയൊന്നും പാലിച്ചില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ അടിവരയിട്ട് പറയും. അപ്പോൾ ഒന്നാമത്തെ നിയമം, തൊലാഖുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ നിയമം, തൊലാഖ് ഒരിക്കലും പിരീഡ് സമയത്ത് ചൊല്ലാൻ പാടില്ല എന്നതാണ്. എന്നുവെച്ചാൽ 10 ദിവസം വെയിറ്റ് ചെയ്യണം. ആ സമയം പിരീഡ് തുടങ്ങിന് അത് കഴിഞ്ഞിട്ട് മതി, ശുദ്ധികാലം തുടങ്ങണം. വത്തഖുല്ലാഹ റബ്ബക്കും. അതുകൊണ്ട് നിങ്ങൾ
നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ റബ്ബായിട്ടുള്ള അള്ളാനെ സൂക്ഷിക്കുക. നിങ്ങളുടെ റബ്ബാര നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന, വായും വെള്ളവും വെളിച്ചവും ഭക്ഷണവും എല്ലാം തരുന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ളതല്ല തൊലാഖ് എന്ന്. തൊലാഖ് ചൊല്ലുന്നവരോടും ചൊല്ലിയവരോടും അവരുടെ ഗൗരവത്തിൽ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അള്ളാഹു അറിവില്ല എന്ന് പറയാം. ഖുർആൻ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഇവിടെയാണ് ഖുർആൻ പരിഭാഷ പഠിക്കരുത്, അല്ലെങ്കിൽ ഖുർആനുമായിട്ട് ബന്ധപ്പെടരുത്, ഖുർആൻ ഇങ്ങനെ ഓതാനുള്ളതാണെന്ന് പറയുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ നമ്മൾ പഠിക്കാതെ എങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇസ്ലാം ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കാത്തത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മിക്ക ഉള്ളത്. ഖുർആനും ദീനും അനുസരിച്ച് നമ്മൾ എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമുക്ക് കാര്യങ്ങൾ എളുപ്പാക്കി തരും. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോയിട്ട് തകർക്കുന്നത്. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. എന്നിട്ട് പിന്നെ പറയുന്നത് ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശതിൻ മുബയ്യിന. രണ്ട് നിയമം അടുത്ത് പറയാൻ പോവുക. ഒന്ന്, ഒരിക്കലും ഇപ്പം തൊലാഖ് ചൊല്ലി, അപ്പോൾ ചൊല്ലാൻ പാടില്ല എന്ന് പീരീഡ് സമയത്ത് ചൊല്ലാൻ പാടില്ല. പീരീഡ് കഴിഞ്ഞു, ശരി, അങ്ങനെ അവൾ കുളിച്ച് ഫ്രഷായി വന്നു. 2 സാക്ഷികളുടെ മുമ്പാകെ അല്ലെങ്കിൽ റെക്കോർഡിക്കലി എഴുതിയിട്ടോ തൊലാഖ് ഒന്ന് ചൊല്ലുന്നു. അവരെ കുടുംബക്കാരൊക്കെ വിളിച്ച് അതിൻ്റെ മുമ്പുള്ള പ്രൊസീജിയർ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് വരാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാണ്. ലാ തുഖ്രിജൂഹുന്ന പറയാൻ പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് തൊലാഖിന് മുമ്പ് ഉണ്ടാകുന്ന ഇസ്ലാമികമായിട്ടുള്ള ചില മര്യാദകളൊന്ന് പറയാം. ഒന്ന്, ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു ഫാമിലി ലൈഫിൽ പ്രശ്നം സ്വാഭാവികമാണ്. എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്, നമുക്കറിയാം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, അത് സ്വാഭാവികമാണ്. മനുഷ്യരുള്ളിടത്തൊക്കെ 2 ആളുള്ളിടത്തൊക്കെ 2 അഭിപ്രായം ഉണ്ടാവും, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് നമ്മൾ അഫ്വ് ചെയ്യുക. ഭർത്താവ് അഫ്വ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുണമാണ്. നമ്മളത് വിട്ടുകൊടുക്കുക. ശരി, നമ്മുടെ ഭാഗത്തല്ല എന്ന് ബോധ്യപ്പെട്ടാലും നമ്മളത് നമ്മുടെ ഒരു നല്ല ബന്ധത്തിന് വേണ്ടി ചില കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുപോക്കുകളൊക്കെ നമുക്ക് നടത്താം. ഇസ്ലാമികമായിട്ട് നമ്മളൊക്കെ വിട്ടുകൊടുക്കുക, നമ്മളങ്ങ് തോറ്റു കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ആകാശം ഇടിഞ്ഞു പോകാനൊന്നും പോകില്ല. പലപ്പോഴും ഈഗോ, അഹങ്കാരം, അനാവശ്യമായിട്ടുള്ള ഗർവും പൊങ്ങച്ചത്തിൻ്റെയൊക്കെ പേരിൽ പരസ്പരമുള്ള ദുരഭിമാനത്തിൻ്റെ ഒക്കെ പേരിലാണ് പല ഡിവോഴ്സും നടക്കുന്നത് എന്നതും ഒരു സത്യമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ പരമാവധി നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി അതൊന്നുമല്ല, പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് എങ്കിൽ ഭർത്താവിന് തോന്നുകയാണ് ഇവൾക്ക് തോന്നലല്ല കേട്ടോ, തോന്നലുകൾക്ക് പിന്നാലെ പോകരുത്, അതും ചേർത്ത് പറയാണ്. മിക്ക തൊലാക്കുകളും നാട്ടിൽ നടക്കുന്നത് അനാവശ്യമായ ظن കൊണ്ട്, അനാവശ്യമായ ഊഹങ്ങൾ കൊണ്ട്, ചില വാട്സപ്പ് മെസ്സേജ് കണ്ടതിൻ്റെ പേരിൽ, ഒരു കോൾ കണ്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരാൾ വന്നു പോയി എന്നതിൻ്റെ പേരിൽ ഒക്കെ പിന്നീട് അങ്ങോട്ടൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കാണ്. സംശയരോഗികളായ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുപാടുണ്ട്. അവരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ചിലപ്പോൾ അവരുടെ കൂട്ടാളികളായ കുടുംബക്കാരോ ബന്ധുക്കളോ ഒക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സംശയരോഗികളും ഉണ്ടാവും. ഇവരൊക്കെ ചേർന്ന് ഊഹിച്ച് പലതും അങ്ങ് കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടൊക്കെയാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. ഇനി അങ്ങനെ ഒന്നുമല്ല, ജെന്യൂനായ വളരെ പ്രധാനപ്പെട്ട കാര്യം കണ്ടു എന്ന് തന്നെ കരുതുക. കൃത്യമായ സാക്ഷികളാൽ സംഭവിക്കപ്പെട്ടു, ഒരു നിലക്കും മുന്നോട്ട് പോകുന്നില്ല എന്ന രീതിയിലൊക്കെ എത്തി. അങ്ങനെയൊക്കെ എത്തുന്ന സന്ദർഭത്തിൽ തൊലാഖിനെ പറ്റി ചിന്തിച്ചു തുടങ്ങാം. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഭാര്യയോട് ആദ്യം ചെയ്യേണ്ടത് കിടപ്പറ മാറിക്കിടക്കുക. അപ്പോൾ ഈ പീരീഡിൻ്റെ സമയത്ത് എന്തായാലും ശാരീരിക ബന്ധങ്ങളൊന്നുമില്ല, അവർ മാറി തന്നെയാണ്. പക്ഷെ ആ മാറ്റം ഒന്ന് റൂം മാറിക്കിടക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള. അപ്പോൾ ഈ റൂം മാറ്റിക്കിടപ്പോൾ തൊലാഖിൻ്റെ 1-ാം ഘട്ടം എന്ന് പറഞ്ഞാൽ പരസ്പരം സംസാരമൊക്കെ ഒന്ന് കുറയും. പിന്നെ അവർ റൂം മാറിക്കിടക്കുന്നു. അപ്പോൾ തന്നെ ഭാര്യയ്ക്ക് അതൊന്ന് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് അതിൻ്റെ ഒരു ഫീല് വരുന്നു. മിക്കവാറും കേസസിലൊക്കെ 99% കേസസും ആ ഒരു മാറിക്കിടക്കലിൽ തന്നെ ഒന്നാകുന്നു എന്നുള്ളതാണ്. ആ മാറിക്കിടക്കലിൽ തന്നെ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയും, റൂം മാറിക്കിടക്കണം, ഒരേ വീട് തന്നെയാണ്, റൂം മാറിക്കിടക്കുമ്പോൾ തന്നെ അവർക്ക് കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഫീൽ, അകൽച്ച, ഞാൻ ഇനി ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. ഒരാഴ്ച പോലും ഒന്നും ശരിയായ നല്ല ദാമ്പത്യ ജീവിതം പുലർത്തുന്നവർക്ക് അങ്ങനെ ഒരാഴ്ചയൊന്നും അകന്നിങ്ങനെ ആഴ്ചയോ 2 ആഴ്ചയൊക്കെ കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ മനസ്സിങ്ങനെ വല്ലാതെ വിങ്ങലുകളുണ്ടാവും. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ ഒന്നിക്കാനുള്ള
സ്വാഭാവികമായിട്ടുള്ള ശ്രമങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിഷയത്തിൽ പിരിയേണ്ട സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ദേഷ്യവും പിന്നെ വാശിയൊക്കെ കാണിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയമെല്ലാം കഴിഞ്ഞ് അവർ പിന്നീട് ഒന്നിച്ച് ജീവിക്കും എന്നുള്ളതാണ് അതിലെ സത്യം. ഇനി അതല്ല, വാശി കൂടുതൽ തന്നെയാണ്, വാശിയല്ല, പ്രശ്നം ഗുരുതരമാണ്, തുടർന്ന് പോവുകയാണെങ്കിൽ അവർ തലാഖിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? തലാഖ് ചെയ്യാൻ ഇപ്പം ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇവരൊരു 10 ദിവസം മാറിക്കിടന്നു, 10 days. 11ാമത്തെ ദിവസം ഭർത്താവ് വന്നിട്ട് ഭാര്യയുടെ കിച്ചണിൽ അടുക്കളയിൽ വന്നിട്ട് പറയാണ്, ഞാൻ തലാഖിലേക്ക് പോവാണ്, 2 സാക്ഷികളെ വിളിക്കുന്ന, എൻ്റെ മാമനെയോ ഉപ്പാനെയോ ആരെങ്കിലും വിളിക്ക്, നമ്മൾ എൻ്റെ കൂട്ടനെ വിളിക്കുക, നമ്മളൊന്ന് പിന്നെ കൂടിയാലോചിച്ചിരിക്കുക എന്ന് പറയാം. അങ്ങനെ കൂടിയാലോചിച്ചിരുന്നു അവർ വീട്ടിൽ. ഇതൊക്കെ നടക്കേണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമം, അതാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഇതല്ലാത്ത നടത്തമൊക്കെ ഇസ്ലാമികമായിട്ട് ശരിയല്ല. ബാക്കി എന്ത് നമ്മൾ കളിച്ചാൽ അതൊന്നും നമ്മുടെ ഈ തലാഖ് ഹലാലാവില്ല. നിക്കാഹ് ഹലാലാവുന്ന പോലെ തലാഖിനും പരിധിയുണ്ട്. അങ്ങനെ അവർ കൂടിയിരിക്കണം. വാപ്പ വരും, പെണ്ണിൻ്റെ വാപ്പ വന്ന്, ആണിൻ്റെ വാപ്പ വന്ന്, ചിലപ്പോൾ ആങ്ങളാരോ കസിൻസോ ബ്രദേഴ്സോ ആരൊക്കെ കാര്യപ്പെട്ട കാരണവന്മാരായിട്ടുള്ള ആളുകളൊന്ന് കൂടിയിരുന്ന് ഇവർ തമ്മിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് ചോദിച്ചു പോലെ. അപ്പം എന്താടി എൻ്റെ പ്രശ്നം? ഓള വാപ്പ പറയും, എന്താടി എൻ്റെ പ്രശ്നം? ഓനെന്താ കുറവ് ഇവിടെ? മര്യാദയ്ക്ക് തിന്നോളുണ്ട് വാപ്പൻ്റെ വക. അങ്ങനെ വരേണ്ടത്, അങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത്. അല്ലാതെ മോളെ ഓനങ്ങനെ ഉണ്ടോ, വാ പോവാ നമ്മൾ, ഓൻ വേണ്ട എന്ന് പറഞ്ഞ് ബന്ധം വേർപിരിക്കാനല്ല ഒരു വാപ്പയും സ്നേഹമുള്ള ഭാര്യ, മകളോട് സ്നേഹമുള്ള ഒരു വാപ്പയും ചെയ്യേണ്ട അങ്ങനെയല്ല. പക്ഷേ തീർത്തും തെറ്റായ രീതിയിലാണ് ചില സമീപനങ്ങൾ. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള തലാഖിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ ഒരു വാക്ക് ഉരിയാടുകയോ അല്ലെങ്കിൽ ഒരു സംസാരം നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പെരുമാറ്റം വരുന്നത് വരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അത് ആഴത്തിലുള്ള മുറിവാക്കാൻ അല്ല, മുറിവിനെ വീണ്ടും മുറിവിലേക്ക് എത്തിക്കാതെ അത് പരിഹരിക്കാൻ, അതിൻ്റെ പരിഹാരമാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്ന് നാം വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മക്കളെ അനാഥമാക്കരുതേ എന്ന് താഴ്മയോടെ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷയാണ്. അതോടൊപ്പം ഈ മാതാപിതാക്കളും ഇവരൊക്കെ കൂടി ചേർന്നിട്ട് അവർക്ക് തോന്നുകയാണ്, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ 1-2 കൗൺസിലിങ്ങിന് വിടാം, നമ്മൾ പോരാ, ഇവർക്ക് പ്രശ്നം ചില സംശയരോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും മുറിവിദ്വാൻ്റെ അടുത്തേക്ക്, മുറിവൈദ്യൻ്റെ അടുത്തേക്ക് വിടരുതേ എന്ന് അതിൻ്റെ ഒരവസ്ഥയാണ്. നാട്ടിലൊക്കെ അങ്ങനെ നടക്കുന്ന ചില ആളുകളൊക്കെ പരസ്പരം മുറിവിനെ വീണ്ടും മുറിവിലേക്ക് എത്തിക്കുന്ന തികച്ചും ബോധമില്ലാത്ത ചില കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിലൊന്നും ഇത് എത്തിക്കരുത്. തികച്ചും അറിവുള്ള വിഷയത്തിൽ അതും ദീനുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഇത് എത്തിക്കുക. ദീനുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ദീനില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അനുമാനങ്ങളിൽ വിധി എഴുതുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള വിധിയാണ്. എന്നാലാവട്ടെ ദീന് മാത്രമുണ്ട്, എന്നാൽ അവർക്ക് പ്രൊഫഷണലായിട്ട് മനുഷ്യൻ്റെ മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും ഒന്നും പഠിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് തോന്നിയ പോലെ അയാൾ പറയും. അതനുസരിച്ച് ഇവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ കൗൺസിലിംഗ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, ഒരു നിലക്ക് ഇത് മുന്നോട്ട് പോകില്ല എന്നാകുമ്പോഴാണ് തൊലാഖിലേക്ക് വരിക. തൊലാഖും ഒറ്റയടിക്ക് പറയല്ല, അതിനും ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് വീണ്ടും ചർച്ചകളും. അപ്പോൾ മാസങ്ങളുടെ ഒരു പ്രൊസീജിയർ അവിടെ നടക്കുന്നത്. ചിലപ്പോൾ ആഴ്ചകൾ വേണ്ടി വരും, ആഴ്ചകളോ മാസമോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഈ ഒരു തൊലാഖ് ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ. പിന്നെയാണ് നമ്മുടെ തൊലാഖ് എന്ന സംഭവം, മഹത്തായ തൊലാഖ്, അങ്ങനെ ഞാനതിനെ പറയാം. അതൊരു മോശമായിട്ട് അതിനെ കാണേണ്ടതില്ല. അതിനൊരു തെറ്റായിട്ട് ആരോ പണ്ട് പറഞ്ഞു അർശ് കുലുങ്ങും, അർഷിൻ്റെ ചില്ലകളൊക്കെ പിന്നെ കരിഞ്ഞു പോകും എന്നൊക്കെ. അങ്ങനെയൊന്നും അതിന് അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ നിക്കാഹിനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ തൊലാഖ് പറഞ്ഞത് അത് ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ? നിക്കാഹ് എന്ന് പറഞ്ഞ സൂറത്തുണ്ടോ ഖുർആനിൽ? ഇല്ല. തൊലാഖ് എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് നടക്കേണ്ടതുള്ളത് കൊണ്ടും ഗൗരവമുള്ളത് കൊണ്ടും തന്നെയാണ്. അങ്ങനെ തൊലാഖിലേക്ക് ഇവരെത്തുകയാണ്. ഇനിയിപ്പോൾ തൊലാഖിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, ഇവർ പിരിയാൻ തന്നെ അത്രയും ന്യായമായ കാരണങ്ങളും പരസ്പരം അവർ പിരിയാണ്. അപ്പോഴും നമ്മൾ കുറേ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. പരസ്പരം ഈ ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ പരസ്പരം കുടുംബക്കാരെ തമ്മിൽ ഗീബത്തും നമീമത്തും പരസ്പരം ചളിവാരി എറിഞ്ഞ് ഉള്ളതും ഇല്ലാത്തതുമായ കെട്ടുകഥകളും കള്ളക്കഥകളും പരസ്പരം പ്രചരിപ്പിച്ച് വളരെ മാന്യത വിട്ട് പെരുമാറുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും ഇസ്ലാമികമായിട്ട് പാടില്ല, അതില്ല. ഇസ്ലാമിൽ അങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തരും അനുഭവിക്കും. ഓരോ കുടുംബത്തിലെ മെമ്പറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം അനുഭവിക്കുക തന്നെ ചെയ്യാതെ ലോകം അവസാനിക്കൂല എന്ന് അനുബന്ധം ചേർത്ത് പറയാം. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വളരെ മാന്യമായ രീതിയിലാണ് തൊലാഖ് നടക്കേണ്ടത്. അങ്ങനെ തൊലാഖ് പള്ളി കമ്മിറ്റിക്കാരുണ്ടാവാം, അങ്ങനെ ആയിരിക്കും അതിൻ്റെ പ്രൊസീജിയർ വരെ. പള്ളി കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ടാവും, അവരൊക്കെ കൂടിയിട്ട് തൊലാഖിൻ്റെ കമ്മിറ്റിയിൽ
എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കമ്മിറ്റിയിൽ ഇരുന്നവരോ അല്ലെങ്കിൽ തൊലാഖിൻ്റെ സദസ്സിലുണ്ടായവരോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, അവിടെ അന്വേഷിക്കേണ്ടത് അവൾ ആർത്തവകാരിയാണോ ആണ് എങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കമ്മിറ്റി മീറ്റിംഗ് കൂടാം. അവിടുന്ന് പിരിഞ്ഞേ പറ്റൂ. ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതൊരിക്കലും ആ ശുദ്ധികാലം ആർത്തവകാലത്ത് ഒരിക്കലും തൊലാഖ് അള്ളാഹു അനുവദിച്ചിട്ടില്ല എന്ന് വളരെ കണിശമായ നിർബന്ധം. അതിന് ഒരു മാനസിക സ്ഥലമുണ്ടതിന്. ഒരു പെണ്ണിന് ഈ ആർത്തവകാലത്ത് ചിലപ്പോൾ നല്ല ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ നല്ല വൈകാരികമായിട്ട് അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു പെണ്ണിൻ്റെ തീരുമാനത്തിൽ പോലും പ്രശ്നം ഉണ്ടാവും. ആ സമയത്ത് ആ പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പെണ്ണ് ഇതുപോലെയാ, ഈ ഓന്ത് നിറം മാറുന്ന പോലെ ഈ ഒരു പീരീഡ് സമയത്തുള്ള നിലപാടും അത് കഴിഞ്ഞിട്ടുള്ള നിലപാടും മാറുന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇത് പല പുരുഷന്മാർക്കും കമ്മിറ്റിക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. അവരെ കമ്മിറ്റിക്കാരും മിക്കവാറും ഈ കമ്മിറ്റിയിൽ അധിക പേരും ആളുകൾ ഇരിക്കുന്നവർ ഈ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വൈകാരിക ബന്ധമുള്ളവരായിരിക്കും. ഭയങ്കരമായിട്ട് അവരെ ലാളിച്ചിരിക്കുന്ന ആളുകളായിരിക്കും വന്നു കൂടിയിട്ടുണ്ടാവുക. അപ്പം ആ പെണ്ണിനെ വേഗം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. പക്ഷേ പെണ്ണിൻ്റെ ജീവിതം പിന്നെന്തെന്നുള്ളതൊന്നും ഇവർ ചിന്തിക്കൂല. ഓക്കെ, അവിടെ ഒരു പക്ഷേ അല്ലേ തലാഖിൻ്റെ വിഷയം 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച തീരാവുന്ന വിഷയങ്ങളായിരിക്കും മിക്കവാറും കുടുംബജീവിതത്തിൽ ഉണ്ടാവുക. മിക്കവാറും ജെന്യൂൻ കേസസ് ഒക്കെ വളരെ അപൂർവം ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരെ 10 ദിവസത്തിന് വിടുക. പീരീഡ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ പിടിച്ചിട്ട് കാരണവന്മാരെല്ലാവരും പിരിയുക. മിക്കവാറും ഈ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് കാണുമ്പോൾ ഒന്നാകുകയും ബാപ്പ നിങ്ങൾ വരണ്ട കേട്ടോ, ഇനിയിപ്പോൾ അത് വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന അവസ്ഥയിൽ വരും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ വിഷയം. എല്ലാ ജീവിതത്തിലും ഇതൊക്കെ ഉള്ളതാണ്, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി അതൊന്നും അല്ല, ജെന്യൂനായിട്ട് വളരെ എന്നിട്ടും പ്രശ്നം തന്നെ 10 ദിവസത്തിന് ശേഷം വീണ്ടും അത് കൂടണം എന്ന് പറഞ്ഞാൽ അവർ കൂടിയിരിക്കുകയാണ്. ആ കൂടിയിരിക്കലിൽ ആണ് തൊലാഖ് ചെയ്യേണ്ടത്. അതന്നെ മുത്തലാഖ് ഇസ്ലാമിൽ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിപ്പോൾ അടുത്ത് കേരളത്തിലും ഇന്ത്യയിലും വലിയ വിഷയമായിരുന്നൊരു സംഗതിയാണ്. മുത്തലാഖ് ഇസ്ലാമിൽ ഇല്ല, ഹറാമാണ്, അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. 1-ാം തൊലാഖാണുള്ളത്. അപ്പോൾ 1-ാം തൊലാഖ് ചെയ്യാം. 1-ാം തൊലാഖ് ചെയ്യുന്നതിന് ഉപാധികളുണ്ട്. 1-ാം തൊലാഖ് ചെയ്യണമെങ്കിൽ ആ സമയത്ത്, അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്, ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, അവളെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കണം. ഇത് അള്ളാഹിൻ്റെ നിയമമാണ്. ഇത് വെച്ചിട്ട് തീക്കളിയാണ് ഇന്നത്തെ കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലെയും. എല്ലാ മഹല്ലിനെയാണ് കുറ്റം പറയുക. കാരണം അത് മഹല്ലിലെ ആ സ്ഥാനത്ത് ആ കമ്മിറ്റിയിൽ ഇരിക്കുന്ന മുഴുവൻ പേരുടെ ഉത്തരവാദിത്തമാണ്. പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി ആവട്ടെ, അത് നിങ്ങളൊക്കെ ഖത്തീബുമാരടക്കം അവിടെ അള്ളാഹിൻ്റെ കോടതി ഇത് ചോദ്യം ചെയ്യും. കാരണം ഇത് വലിയ ഗൗരവമുള്ള വിഷയം. അള്ളാഹിൻ്റെ ഖുർആൻ വെച്ചിട്ടാണ് നിങ്ങൾ തീക്കളി കളിക്കുന്നത്. ദീൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ കസേരയിൽ കയറി ഇരിക്കരുത്. അതുകൊണ്ടാണ് കമ്മിറ്റിയിലും അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെല്ലാതെ ഇരുത്തരുതേ എന്ന് പറഞ്ഞു. അത് ഇരുത്താത്തതിന് ഇപ്പം പള്ളി കമ്മിറ്റിയിൽ ആളെ സെലക്ട് ചെയ്യുന്നത് സമ്പത്ത് നോക്കിയിട്ടും പള്ളിയിൽ സ്പോൺസർ ചെയ്ത ആളും പായ സ്പോൺസർ AC സ്പോൺസർ ചെയ്ത ആളെയൊക്കെ കമ്മിറ്റിക്കാരെ വിളിച്ച് പ്രസിഡന്റ് ആക്കുമ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുന്നത് സ്വന്തം സമുദായത്തിനാണെന്നുള്ള ബോധം ഇനിയെങ്കിലും സമുദായത്തിന് ഉണ്ടാവണം. അത് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിലുള്ളൊരു വിഷയമായതുകൊണ്ടാണ്. ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, ഡിവോഴ്സ് തലാഖ് 1-ാം തൊലാഖിന് ശേഷം പള്ളി കമ്മിറ്റി കൂടി തൊലാഖ് നിശ്ചയിച്ച ശേഷം എത്ര പെണ്ണുങ്ങളാണ് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുന്നത്? അതാണ് ചോദ്യം. ഭർത്താവിൻ്റെ വീട്ടിലാണ് ജീവിക്കേണ്ടതെന്ന് അള്ളാഹിൻ്റെ കലാം പറഞ്ഞതാണ്. ഒരു കാരണവശാലും ഭാര്യ വീട്ടിലാകാൻ പാടില്ല എന്ന്. ഇനി വല യഖ്റുജ്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന, ഇനി അവള് സ്വയം ഇറങ്ങിപ്പോകാനും പാടില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ സുന്ദരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ എൻ്റെ രോമം എണീറ്റിക്കിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാം. ഇതാണ് ഇസ്ലാം. ഇത്ര വശ്യമനോഹരമായ സുന്ദരമായ മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ മനുഷ്യ മനസ്സുകളെ ശാസ്ത്രീയമായി പഠിച്ച വേറൊരു ദർശനം ലോകത്തുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡിവോഴ്സ് പിരിയാൻ തീരുമാനിച്ച പെണ്ണെ നീ ഇറങ്ങിപ്പോകാൻ പാടില്ല. 3 മാസം അടുത്ത 3 ശുദ്ധികാലം കഴിയുന്നത് വരെ നീ നിൻ്റെ വീട് വിടാൻ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ നിയമം ഉണ്ടായിട്ട് എത്ര സഹോദരിമാരാണ് ഇത് പാലിക്കുന്നത്? ഇത് തൊലാഖ് പറഞ്ഞതിൻ്റെ ശേഷമാണ്, മുമ്പല്ല. 1-ാം തൊലാഖിൻ്റെ ശേഷം ഇദ്ദ കാലാവധി
ഇദ്ദാ കാലാവധി കഴിയുന്നവരെയുള്ള അടുത്ത 3 മാസങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. രണ്ടാൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവണ്, അവർ മാനസികമായിട്ട് അകലുന്ന്, അവർ പരസ്പരം ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ അവർ തന്നെ കിടപ്പറയിൽ നിന്ന് നടത്താൻ നോക്കുന്നു, ഒരു നിലക്കും നടക്കണില്ല. ഭർത്താവ് ബെഡ് മാറി കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കണ്, ദിവസങ്ങൾ കഴിയുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു, വീണ്ടും ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ശുദ്ധികാലമല്ല, അവൾ ആർത്തവകാരിയാണ് എങ്കിൽ 10 ദിവസം കൂടി കാത്തിരിക്കണ്, വീണ്ടും കൗൺസിലിംഗ് പ്രൊസീജിയറിലേക്ക് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് ആർത്തവകാലം കഴിഞ്ഞ് ശുദ്ധികാലമല്ല ആർത്തവകാലമാണെങ്കിൽ ആർത്തവകാലം കഴിയുന്നവരെ കാത്തിരിക്കണം. എന്നിട്ടൊരു ഒരിക്കലും എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ ഡിവോഴ്സ് തീരുമാനിക്കുന്നു. 1-ാം തൊലാക്ക് കഴിയുന്നു. ഓളെ വാപ്പയും ഓളെ കുടുംബക്കാരൊക്കെ വന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ട് അവർ പറഞ്ഞ് ആയിക്കോട്ടെ, തൊലാക്ക് നടന്നു, ഇന്ന് മുതൽ തൊലാക്കിൻ്റെ 1-ാം ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. ഇനി 3 മാസം ഓൾ ഇവിടെ തന്നെയാണ്, ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും, ഇൻഷാല്ലാ. യുദ്ധകാലം കഴിഞ്ഞിട്ട് നമ്മൾ ഡിവോഴ്സ് ഇൻഷാല്ലാ. ആലോചിച്ചൊക്കെ എന്ത് മനോഹരം! ഇത് വേറെ ഏത് ദർശനത്തിൽ കാണാൻ പറ്റും? ഇതിനെയാണല്ലോ ഈ തൊലാക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇത്രയും കാലം അല്ലേ പല മീഡിയയിലും ചർച്ച ചെയ്യുന്നതായിട്ട്. എന്തോ ഇസ്ലാമിന് വലിയ തെറ്റ് സ്ത്രീകളോട് ചെയ്യുന്ന പോലെയാണ്. ഓൾ ഇറങ്ങി പോകാനും പാടില്ല, ഇറക്കി വിടാനും പാടില്ല. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം ഉണ്ടായി. ഭയങ്കര ക്രൂരമായ പീഡനം ചെയ്യുന്ന, അതിക്രൂരമായി പെണ്ണിൻ്റെ തലയൊക്കെ പിടിച്ച് ചുമരിലടിച്ച് കത്തി കൊണ്ടും ബ്ലേഡ് കൊണ്ടൊക്കെ മുറിവേൽപ്പിക്കുന്ന ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭർത്താവാണ്. അങ്ങനെയൊക്കെ നടക്കാമല്ലോ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ളൊരു ഭർത്താവാണ് എങ്കിൽ ഈ ഇസ്ലാമിൻ്റെ നിയമം ഇവിടെ സ്യൂട്ടാണോ? പെണ്ണിൻ്റെ വീട്ടിൽ പോകാനും പാടില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഓളെ ഇറക്കി വിടാനും പാടില്ല. എന്നാൽ അവർ സ്വയം ഇറങ്ങിപ്പോകുകയും അരുത് എന്ന് പറഞ്ഞ ശേഷം പിന്നെ പറയുന്ന ഒരു കാര്യം, അവൾക്ക് അതിനുള്ള അനുവാദം നൽകുന്നു എന്നാണ്. അവരെ പുറന്തള്ളരുത്, അവർ ഇറങ്ങിപ്പോവരുത്. ഇനി അഥവാ അവൾക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഇറങ്ങിപ്പോകാം. എങ്ങനെ? പരസ്പര ധാരണയോടുകൂടെ. അത് ഈ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന കാര്യം. ഈ കമ്മിറ്റിക്ക് അതിന് അനുവാദമുണ്ട്. ഇവൾക്കും ഇവനും അനുവാദമല്ല. ഇവൾക്കും ഇവനും അനുവാദം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ഇമോഷണലി ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു ഈഗോയുടെ പേരിൽ, ദുരഭിമാനത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ആ സമയത്ത് അവരങ്ങനെയൊക്കെ പറയാം. നീ ഇവിടെ നിൽക്കൊന്നും വേണ്ട, ചിലവിനുള്ള ഞാൻ അങ്ങോട്ട് അയച്ചെന്നുള്ള, അവൾ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവ് അങ്ങനെ പറയാൻ റൈറ്റ് ഇല്ല. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റൂല, 3 മാസം ഇനി അവളെ സഹിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഈ 3 മാസത്തിൻ്റെ അടുക്ക് അവനക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അവനക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, ഓളെ കെട്ടിക്കാനും പാടില്ല, ഓള് വേറെ കെട്ടിക്കാനും പാടില്ല. അപ്പോൾ ഈ 3 മാസം ഇവൾ ഇവിടെ നിൽക്കുക എന്നുള്ളത് ഇസ്ലാമികമായ നിയമമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെയുള്ളൊരു ഡിവോഴ്സ് നടക്കുന്ന വിഷയത്തിൽ ഇടപെട്ട് ഈ 3 മാസം ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ 99.99% കുടുംബ ബന്ധങ്ങളും ആ ഭാര്യയും ഭർത്താവും മിക്കവാറും 3 മാസത്തിൻ്റെ ഉള്ളിൽ നന്നാവും. മിക്കവാറും പെണ്ണുങ്ങളെ ഭാഗത്തു നിന്നായിരിക്കും ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതൊക്കെ 3 മാസത്തിനുള്ളിൽ തണുത്ത് ആറി ഇല്ലാതാവും. അതിൻ്റെ കുറേ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു 3 മാസത്തെ കാലാവധി ധാരാളമാണ്. ഇനി അതിൻ്റെ രസകരമായ, നിങ്ങൾ ചിരിക്കരുത് പറഞ്ഞാൽ ഇതിൽ രസമുണ്ട്, രസകരമായൊരു സംഭവമുണ്ട്. ഖുർആൻ ക്ലാസ്സിൽ എന്ത് ചിരിയെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനല്ല, പക്ഷേ ഞാൻ പറയാണ്. ഈ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവർ പരസ്പരം കാണുന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി, ഓള് ഭക്ഷണം ഉണ്ടാക്കി മുമ്പ് കൊണ്ടുവച്ച് കൊടുക്കും അല്ലേ. ഇത് ജൂൺ മാസമാണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 1-ാം തീയതി അല്ലെ, സെപ്റ്റംബർ മാസം നമ്മൾ പിരിയും ഇൻഷാല്ലാ. ഇതിൻ്റെ നല്ല ഫുഡല്ലേ, നല്ല രസമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം, അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഒരുമിച്ച് കിടക്കണം. ഒരുമിച്ച് കിടക്കണ്ട എന്നൊന്നുമില്ല, ഒരുമിച്ച് കിടക്കാം. അങ്ങനെ അവർ ഒരുമിച്ച് ഒരു ബെഡിൽ തന്നെ കിടക്കും. അങ്ങനെ അവർ ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, അതാണ് ചിരിക്കരുതെന്ന് പറയുന്നത്. അഥവാ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു, നിങ്ങൾ എടുത്ത ഈ കമ്മിറ്റിക്കാരുടെ പണിയും അതുപോലെ ആ തൊലാക്കും ഇല്ലാതെയായി. അത് വാലിഡ് അല്ല തൊലാക്ക്. 1-ാം തൊലാക്ക് ക്യാൻസലായി, ഒഴിവായി. എന്നുവെച്ചാൽ അവർ വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി. ഓക്കെ, ഇനി അവർ തൊലാക്ക് ചെയ്യണേ ഇതേ പ്രൊസീജിയർ ഇനി വേറെ കഴിയണം. ആർത്തവകാലം കഴിയണം, പിന്നെ അതുപോലെ തന്നെ ആർത്തവകാലമല്ല, ആർത്തവകാലം കഴിയണം, അതുപോലെ തന്നെ 3 ശുദ്ധികാലം പിന്നെയും കാത്തിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ വസന്തം അല്ലേ. ഇങ്ങനെയൊക്കെ തൊലാക്കാരെ ചെയ്താൽ ഏതെങ്കിലും ഡിവോഴ്സ് നടക്കുമോ ദുനിയാവിൽ? നിങ്ങൾ പറ.
അപ്പോൾ ഇതാണ് അതിൻ്റെ രസകരമായൊരു സംഭവം. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ നടക്കുന്ന 99% തന്നെ പറയാം. എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഏതുമില്ല. ഞാൻ പലതും ഡിവോഴ്സ് ചെയ്തവർക്ക് ചോദിച്ചു, ഒക്കെ അവിടെയും വേണ്ടി പ്രശ്നങ്ങളായിട്ട് അവിടെയും ഇവിടെയും പോയി അങ്ങനെ ഇങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് കുറേ ഏഷണിയും ദൈവത്തും പറയും, പലസ്വരം ചളി വാരി എറിയും. അല്ലെങ്കിൽ നേരെ പോയിട്ട് ഒരു കുടുംബത്തിലൊരുത്തുണ്ടാവും, ഒരു ധൈര്യമുള്ളവൻ, വലിയ ധൈര്യമുള്ളവനാ, ദീനുണ്ടാവില്ല, ധൈര്യം മാത്രം. എന്നിട്ട് ആ ധൈര്യം വെച്ചിട്ട് അവൻ പറയും നമുക്ക് കോടതി കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ, പൈസ കിട്ടണേ, അങ്ങനെ വേഗം കേസ് കൊടുക്കുക. കേസ് കൊടുക്കുന്നത് തീർന്ന്. കേസ് കൊടുക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാമിൻ്റെ പരിധികളൊന്നും പാലിക്കാതെ പോയിട്ട് കേസ് കൊടുക്കും. എന്നിട്ട് അവിടെ തീർന്ന്. പിന്നെ 5-10 കൊല്ലം കോടതി വരാന്ത കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്. ഇതിനൊന്നും എതിരെ സംസാരിക്കാൻ ആരുമില്ല. ഖുർആൻ അറിയില്ലല്ലോ, വിവരമല്ലല്ലോ. ഖുർആനും ദീനും അറിയാത്ത ആളുകൾ വെറുതെ മോഡേണിസ്റ്റുകളായിട്ട് അതും ഇതും പറഞ്ഞിട്ട് അവരുടെയൊക്കെ വൈകാരികത ചേർത്തിയിട്ട് അങ്ങനെ ഡിവോഴ്സ് നടക്കാന്നല്ലാതെ അതിലപ്പുറത്ത് ദീനുമായിട്ട് പോകുന്ന എത്ര പേരുണ്ട്. എന്നിട്ട് പിന്നീട് കണ്ണീര് കുടിക്കുന്ന ആരാ? ഈ ഭാര്യയും ഭർത്താവും തന്നെ. ഇവരുടെ ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. ആ ഒറ്റപ്പെട്ട് ജീവിച്ചങ്ങനെ പോവുകയാണ്. അവരുടെ ജീവിതം അങ്ങ് തീരും, അതങ്ങ് തീർന്നു പോകും. നഷ്ടം ഇവർക്ക് തന്നെയാണ്. മറ്റുള്ളവരൊക്കെ ആ കമ്മിറ്റി കൂടിയവരവിടെയൊക്കെ ചായം കുടിച്ചങ്ങ് പിരിയും. പക്ഷെ കമ്മിറ്റിക്കാരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നാളെ പടച്ചവൻ്റെ കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, ഈ ഭാര്യ ഇറങ്ങി പോകാൻ പാടില്ല, ഭാര്യയ്ക്ക് ഇറങ്ങി പോകാൻ പാടില്ല. കമ്മിറ്റി കഴിഞ്ഞിട്ട് പറയാം വാപ്പ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പോരുകയാണെന്ന് പറയാൻ ഭാര്യയ്ക്ക് അവകാശമില്ല. ഭാര്യ അങ്ങനെ പറയാൻ പാടില്ല. ഭാര്യ വാപ്പ പറയും മോളെ ശരിയാ, നീ തലാക്ക് ചെയ്തോ, പക്ഷെ ഇനി പോരണ്ട, അവിടെ നിൽക്കണം. കാരണം 3 ഇത് അള്ളാൻ്റെ നിയമമാണ്. സൂറത്ത് തലാക്കിൽ 1-ാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കും മോളെ, അള്ളാൻ്റെ നിയമമല്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കിവിടെ എന്താ പ്രശ്നമുണ്ടോ? അവൻ എന്നെ അടിക്കോ, ചീത്ത പറയോ, എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കോ? അതൊന്നുമില്ലല്ലോ. എനിക്ക് ഭക്ഷണം തരൂലേ? സ്നേഹമല്ലേ നിങ്ങൾ തമ്മിൽ? നിങ്ങളും ഇവിടെ നിന്നോ, മോള് ഇവിടെ നിൽക്ക്. ഒരു പക്ഷെ അത് പറയണ ബാപ്പക്ക് ദീനുള്ള ബാപ്പയാണെങ്കിൽ അങ്ങനെ പറയണം. പക്ഷെ ഇവിടെ നടക്ക തിരിച്ചാ, മോളെ പോര്, ഇവിടെ നിൽക്കണ്ട, ഇനി ഏതായാലും തൊലാക്ക് ചെയ്തില്ല, ഇനിയിപ്പോൾ എന്ത് ഇവിടെ നോക്കിക്കണ പോര് എന്ന് പറഞ്ഞിട്ട് വണ്ടി പാക്ക് ചെയ്യാൻ പറയാണ്. അതല്ല, അത് ഇസ്ലാമിൽ ശരി. ഇനിയിപ്പം ഭർത്താവ് പറയാ ഞാൻ തൊലാക്ക് ചെയ്ത് കൊണ്ട് എന്തിനാ അപ്പം എൻ്റെ വീട്ടിൽ അവളോട് പോകാൻ പറയും എന്ന് പറയാൻ ഭർത്താവിന് അധികാരമില്ല. ഈ അധികാരം ഇനി ഉണ്ടെങ്കിൽ തന്നെ, ഇതൊക്കെ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം ഉണ്ടെങ്കിൽ തന്നെ അത് സ്വയം ഇറങ്ങിപ്പോകാൻ ഒരു പെണ്ണിന് അധികാരം ഉണ്ട്. അത് കമ്മിറ്റി മുഖാന്തരമായിരിക്കണം. സോ പെണ്ണോട് തീരുമാനിക്കില്ല. പെണ്ണ് മിക്കവാറും ഈഗോയിൽ വെച്ചിട്ട് ദുരഭിമാനത്തിൻ്റെ പേരിൽ തലാക്ക് ചെയ്ത് വിട്ട് ഞാൻ ഇതിനിപ്പോൾ നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് ഈഗോൻ്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ ആ സാധ്യതയെ തടയാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റിയിലേക്ക് അധികാരം. ഈ വലിയായിട്ട് ഇവിടെ നിന്നിട്ടുള്ള രക്ഷാധികാരികളായിട്ട് കൂടിയിരുന്ന കൂടിയാലോചന കമ്മിറ്റിക്കാർ പറയണം ഓളങ്ങ് പോയിക്കോട്ടെ എന്ന് പറയണം. പക്ഷെ അത് പറയുന്നത് വളരെ ഗൗരവത്തിലാണോ, വല്ല സാധ്യതയുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. നിൽക്കുകയാണ് വേണ്ട. ഇസ്ലാമിൻ്റെ പരിധി ഇതാണ്. ഇതൊക്കെ പിന്നീട് വന്ന ദുർബലമായ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വന്ന കാര്യങ്ങളാണ്. കമ്മിറ്റിക്ക് അനുവാദം ഉണ്ട് എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ്. ഒരു ക്രൂരമായൊരു സാഹചര്യം അടല്ലെങ്കിൽ ഒരു രക്തച്ചൊരിച്ചിലോ അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം ശാരീരികമായിട്ട് മുറിവൊക്കെ ഏൽപ്പിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങൾ അതൊക്കെ ശരിക്കും കൗൺസിലേഴ്സിനെ മനസ്സിലാവും. ചിലതൊക്കെ ഈ പ്രൊപ്പഗണ്ടോ ഈ വിവാഹ മോചന സമയത്ത് പെണ്ണുങ്ങൾ വല്ലാതെ കൂട്ടി പറയും. പെണ്ണുങ്ങളായിരിക്കും ഇതിൽ മുന്നിൽ നിൽക്കുക. ആണിനിപ്പോൾ പീഡനമൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുപാട് പറയും, അങ്ങനെ ചെയ്തു, എൻ്റെ തലയിടിച്ച് അവിടെ പൊട്ടിച്ചു. അതൊക്കെ സത്യമാണോ എന്ന് കൗൺസിലേഴ്സിന് അന്വേഷിച്ചാൽ ശരിക്കും മനസ്സിലാക്കി ചോദിച്ചാൽ സത്യസന്ധമായിട്ട് അതിനെപ്പറ്റി അന്വേഷണം നടത്തി അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിക്കും നല്ല നിലക്ക് പോകുന്നവർ തന്നെ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അവർ മിക്കവാറും 99% കേസിലും അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്ന് നാട്ടിൽ നടക്കാത്തൊരു സംഗതി അതാണ്. എന്നിട്ട് പറയാണ് വതിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഇവിടെ ഫാഹിഷത്തി മുബയ്യന എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലെന്ന് വ്യക്തമായ ദുർവൃത്തിയിലൊന്നും ഏർപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകരുതെന്നാണ്. ആണെങ്കിൽ അല്ലാത്ത സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ദുർവൃത്തിയും പ്രശ്നമൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗും അഡിക്ഷനും അടിപിടിയും ആകെ പെണ്ണിനെ അവിടെ നിൽക്കക്കളില്ലാത്ത അവസ്ഥയാണെങ്കിൽ അല്ലാത്ത സാഹചര്യത്തിലൊക്കെ ആണിനോ പെണ്ണിനോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആണിനെ ഇറക്കി വിടാനും അനുവാദമില്ല, പെണ്ണിനെ ഇറങ്ങി പോകാനും അനുവാദമില്ല. എന്നിട്ട് പറയാം അതിൽക ഹുദൂദുല്ലാ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ്. അള്ളാഹിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണല്ലോ സ്വർഗം ഭൂമിയിലും പരലോകത്തും. അപ്പോൾ അത്
പാലിക്കുക. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹ്. അള്ളാഹിൻ്റെ നിയമപരിധികളാണ്, അള്ളാഹിൻ്റെ പരിധികൾ ലംഘിക്കുന്നവർ തന്നോട് തന്നെ ആക്രമം ചെയ്യുന്നത്. എന്തായി? തന്നോട് തന്നെ അക്രമം ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹിൻ്റെ നിയമം തെറ്റിച്ചു കൊണ്ടൊരു ഭർത്താവ് ഭാര്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ, ഭാര്യ സ്വയം ഇറങ്ങിപ്പോയാൽ അവരുടെ ജീവിതം ഈ ദുനിയാവിൽ നരകമാക്കും അള്ളാഹു. ഇത് അള്ളാഹു ആണ്. അള്ളാഹിനോട് കളിക്കരുതേ. അള്ളാഹുവിൻ്റെ ശക്തിയും ഖുദ്റത്തും മനസ്സിലാക്കാതെ നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുത്തോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധം നിങ്ങളെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് അള്ളാഹ് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അള്ളാഹിൻ്റെ പരീക്ഷണത്തിന് നിങ്ങൾ കാത്തു നിൽക്കണ്ട, നിങ്ങൾ അള്ളാഹിൻ്റെ നിയമം പാലിച്ചോളൂ. ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയത്തിൽ ഉണർത്തുകയാണ്. സൂറത്ത് ത്വലാഖ്. ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. അതിനുശേഷം അള്ളാഹു വല്ല പുതിയ കാര്യം, ലാ തദ്രി ലഅല്ലല്ലാഹു യുഹ്ദിസു ബഅദ ദാലിക അംറ. അത് രണ്ട് നിലക്ക് ഈ ഒരു സൂചന വരുന്നുണ്ട്. അള്ളാഹു ചിലപ്പോൾ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഇതുവഴി അള്ളാഹുവിന് സാധ്യത ഉണ്ടാക്കിയേക്കാം. അതല്ല, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ അദാബിന് നിങ്ങൾ കാരണക്കാരാവും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ പിന്നെ നേരിടേണ്ടി വരും. ജീവിതാവസാനം വരെയുള്ള വലിയ ശിക്ഷയ്ക്ക് നിങ്ങൾ കാരണക്കാരാകുമെന്ന വലിയ താക്കീത് കൂടി ചെയ്തിട്ടാണ് ഈ അള്ളാഹു ഈ നിയമം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തലാഖിലേക്ക് പോയിട്ടുള്ളവരും തലാഖ് ചെയ്തവരൊക്കെ ആത്മസംയമനത്തോടെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെപ്പറ്റി ആലോചിക്കുകയും തൗബ ചെയ്യുകയും വേണം. അടുത്ത ആയത്തിലേക്ക് പോകാം. فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله. ഇനി ഈ അജൽഹുന്ന നമ്മുടെ കാലാവധി. ഫൈദ ബലാൻ അജലഹുന്ന ഫംസിഖൂന ബിമഅറൂഫിൻ ഔ ഫാരിഖൂന ബിമഅറൂഫിൻ വശഹിദു ദവി അദലിൻ മിൻകും. അതായത് നിങ്ങൾ ഏറ്റവും മാന്യമായ രീതിയിൽ ഇതാ കാലാവധി എത്തിയാൽ, ഇപ്പം ഇതൊന്നും അല്ല, ഈ പറഞ്ഞ സംഗതികൾ മേലെ പറഞ്ഞ ഒരു രീതിയിലുള്ള സംഗതി നടപടിയാവില്ല, ഇവർ പിരിയാൻ തന്നെ തീരുമാനിച്ചു എങ്കിൽ ഫൈദ ബലാൻ ആ കാലാവധി എത്തിയാൽ ഫംസിഖൂഹുന്ന ബിമഅറൂഫ് ഏറ്റവും മാന്യമായ രീതിയിൽ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ. ഡിവോഴ്സായത് കേക്ക് മുറിച്ച് ആഘോഷിച്ചു എന്നുള്ള ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അത് കുറച്ച് ഓവറാണ്, എന്നാലും അതൊരു മാന്യതയാണ്. നല്ല രീതിയിൽ ഒരു ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് രണ്ടു കൂട്ടരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പിരിയുന്നതിനെയാണ് മഅറൂഫ് എന്ന് പറയാം. മാന്യമായി അല്ലേ? ഡിവോഴ്സ് നിക്കാഹിന് എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്തത്, നാട്ടുകാരൊന്നും വിളിക്കണമെന്നല്ല, ഈ കുടുംബക്കാരൊക്കെ ഒന്ന് കൂടിയിരുന്ന്, കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് കൂടിയിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവരുടെ വീട്ടിൽ മാന്യമായ രീതിയിൽ സലാമൊക്കെ പറഞ്ഞ് ഒന്ന് ആലിംഗനൊക്കെ ചെയ്ത് പൊരുത്തപ്പെടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് പിരിയണമെന്ന് ഇസ്ലാമിൻ്റെ വസന്തമേ, ദീനിൻ്റെ സൗന്ദര്യമേ, നമ്മൾ എത്രത്തോളം ഇതിനെ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. എന്ത് സുന്ദരമായ ഇസ്ലാമാണ് നമുക്ക് അള്ളാഹിൻ്റെ ദീന് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി അങ്ങനെ പിരിയാണെങ്കിൽ ഏറ്റവും മാന്യമായ നിലയിൽ വേർപിരിയുക. അതിന് ബിമഅറൂഫ് വശഹിദു, അതിന് സാക്ഷികളായിട്ട് ദവൈ അദ്ലിൻ മിൻകും വഅഖീമു ഷഹാദത ലില്ലാഹ്, അതിന് രണ്ട് നീതിമാന്മാരായ സാക്ഷികൾ ഉണ്ടാക്കണം അങ്ങനെ പിരിയുന്നതിന്. എന്നിട്ട് സാക്ഷികളോട് പറയാ ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇതൊക്കെ ആ സാക്ഷികളെ വെച്ചതും നേരാവണ്ണം സാക്ഷ്യം വഹിക്കുക. സാക്ഷികൾ ഏറ്റവും നല്ല രീതിയിൽ വേണം സാക്ഷ്യം വഹിക്കാൻ. വഖീമു ഷഹാദത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയിട്ട് അവർ സാക്ഷ്യം വഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്തിൻ്റെ മാർഗത്തിൽ അവർ സാക്ഷ്യം ചെയ്യുന്നത്. ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇതെല്ലാം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, കാഫിറുകൾക്കുള്ളതല്ല. ഈ കാഫിറാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ നിസ്കരിക്കാത്തവർ, അന്നല്ല, ഇതൊക്കെ കാഫിറുകളുടെ സ്വഭാവമാണ്. തൊലാഖിൻ്റെ വിഷയമൊക്കെ മാന്യമായ രീതിയിൽ ഇസ്ലാമിൻ്റെ ശറഅ് പ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അള്ളാഹുവിനോട് ഭക്തി കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, തഖ്വയോടെ ദീനിൻ്റെ ശറഅ് പ്രകാരം നിക്കാഹും ഡിവോഴ്സും ഒക്കെ ചെയ്യുന്ന, തലാഖിൻ്റെ പരിധികളൊക്കെ പാലിക്കുന്നവരില്ലേ, അവർക്ക് അള്ളാഹു ഏറ്റവും നല്ല മഖ്റജ് നൽകി കൊടുക്കും. ഒരു എക്സിറ്റ്, നല്ല എക്സിറ്റ് കൊടുക്കുന്നു, നല്ലൊരു മഖ്റജ് അവർക്ക് കൊടുക്കുന്നു, നല്ലൊരു ഓപ്പണിംഗ് ഉണ്ടാവുന്നു. ഏത് വിഷയത്തിൽ?
ഒരു പക്ഷേ ഈ രണ്ട് ബന്ധങ്ങളെ അള്ളാഹു വീണ്ടും ഇണക്കി ചേർക്കാം. മനസ്സുകളുടെ മുഅല്ലഫത്ത് ഖുലൂബ് റബ്ബാണ്. അള്ളാഹു അവരുടെ മനോമുകുരങ്ങളെ അറിയുന്നവൻ അവനാണ്. ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ലൊരു ജീവിതം ഇതിലൂടെ, ഈ ഒരു തലാഖിലൂടെ അവർക്ക് നൽകാം. ഒന്നാം തലാഖിന് ശേഷം അവർ പിരിയാൻ പറ്റാതെ വീണ്ടും ഒരുമിച്ച് ചേർന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ജീവിതം അള്ളാഹു അവർക്ക് നൽകിയേക്കാം. അതാ പറഞ്ഞ നല്ലൊരു മഖ്റജ് തരുന്നു, നല്ലൊരു എക്സിറ്റ് ഉണ്ടാവുന്നു. അള്ളാഹിനെ സൂക്ഷിച്ചിട്ട് നിയമപരിധികൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നല്ലൊരു എക്സിറ്റ് തരുന്നും. അതിൻ്റെ മേലെ ഇവിടെ വേറൊരു ഗൗരവത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു ചില തീരുമാനങ്ങൾ എടുക്കുന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവ് നഷ്ടപ്പെടുത്തണ്ട. ആരെങ്കിലും ദുൽമ് അവൻ്റെ ശരീരത്തോട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ വൈകാരിക നിമിഷത്തിൽ തോന്നിയതുപോലെ തൊലാക്ക് ചെയ്യാൻ നിന്നാൽ അള്ളാഹു അവരുടെ ജീവിതം അങ്ങ് പ്രയാസത്തിലാക്കുമെന്ന ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു ലോക മുസ്ലിങ്ങളോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ വിഷയം അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് തഖ്വയോടെ അള്ളാഹിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തലാക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മഖ്റജ്, നല്ലൊരു എക്സിറ്റ് ജീവിതത്തിൽ ഉണ്ടാക്കി തരും. അതൊരു പക്ഷേ ഈ ഒരു ബന്ധം നന്നാക്കലാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് അള്ളാഹ് തരലാകാം. അതുകൊണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളി. ഖുർആൻ നമ്മളോട് പറയാ, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ത് വേണമെന്ന്. തുടരാം. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു റിസ്ഖ് നൽകുന്നു. മൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു പുരുഷൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ, അപമാനത്തിൻ്റെ മേലെ അപമാനം, പ്രശ്നങ്ങളും ദുരിതങ്ങളുമായിട്ട് ജീവിതം തള്ളി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഘട്ടത്തിൽ അവർ വേർപിരിയുന്നു. അയാൾ മനസ്സോടെ അവൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ അവൻ്റെ ഭാര്യയുമായിട്ട് ഒരിക്കലും വേർപിരിയാൻ ആഗ്രഹമില്ല. പക്ഷേ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അങ്ങനെ അയാൾ ജീവിതത്തിൽ വേർപിരിയുന്നു. അങ്ങനെ അയാൾ പിന്നെ നോക്കുമ്പോൾ ഒരുപാട് അള്ളാഹു വിളിച്ച് കരഞ്ഞ് ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ പോയല്ലോ, എൻ്റെ മക്കൾ പോയല്ലോ എന്ന വിഷമമായിട്ട് അയാൾ ഇങ്ങനെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അയാൾക്ക് റിസ്ഖ് നൽകും. വിഷമിക്കണ്ട. ഡിവോഴ്സായിട്ടുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ രണ്ടു കൂട്ടരും പറയാ, ആരും വിഷമിക്കണ്ട. നിങ്ങൾ കാരണമല്ല ആ ഡിവോഴ്സ് നടന്നിട്ടുള്ളതെങ്കിൽ, അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടെ പറയാ, നിങ്ങൾ കാരണമല്ല ആ വിവാഹമോചനം നടന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. പക്ഷേ തലാഖിൻ്റെ തീരുമാനം എടുക്കാൻ വേണ്ടി കമ്മിറ്റി അവസാനം കൂടിയപ്പോൾ ആണേ പെണ്ണേ ആരാ ആദ്യം പറഞ്ഞത് തലാഖിലേക്ക് പോകാമെന്ന്? ആദ്യം സമ്മതം പറഞ്ഞത് ആരാണോ തലാഖിന് മുൻകൈയെടുത്തത് അവർ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നാൽ അത് വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി ഒരിക്കലും പിരിയാൻ ആഗ്രഹമില്ലാതെ പിരിഞ്ഞ പെണ്ണേ, പിരിയാൻ ആഗ്രഹമില്ലാതെ പിരിഞ്ഞ ആണേ, അല്ലാഹു യർസുഖു മൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്ന് തലാഖ് കഴിഞ്ഞിട്ട് വിഷമത്തോടെ ജീവിക്കുന്ന മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങളുടെ റിസ്ഖിനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, കിട്ടുന്ന സമ്പത്തൊന്നും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ, തൊലാഖിന് ശേഷം മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഖുർആൻ്റെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ ഭാഗങ്ങൾ തൗബ ചെയ്തോളൂ, ഇസ്തിഗ്ഫാർ ചെയ്തോളൂ. അള്ളാഹ് നിങ്ങളുടെ റിസ്ഖിനെ തടയുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, തലാഖിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ, റിസ്ഖ് അള്ളാഹു വ്യത്യസ്തമായ വഴികളിലൂടെ നിങ്ങൾക്ക് സമ്പത്തല്ല തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ക്ഷമയെ അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ദുഃഖിക്കേണ്ടതില്ല. കാരണം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവന് അവൻ അള്ളാഹു മതിയായവനാണ്. അള്ളാഹു അവൻ്റെ കാര്യം നോക്കിക്കോളും. ഇന്നല്ലാഹ ബാലിഗു അംരിഹ്,
അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ നിറവേറ്റുന്നതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അള്ളാഹുവിന് എല്ലാറ്റിനും ചില ക്രമങ്ങളുണ്ട്, ചില തർത്തീബുകളുണ്ട്. ആ ക്രമങ്ങൾ അനുസരിച്ച് കൊണ്ട് അള്ളാഹ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അള്ളാഹു എല്ലാവരെയും അങ്ങ് വെറുതെ വിട്ടയച്ചതല്ല. നിങ്ങൾക്കിത് വിവാഹമോചനത്തിൻ്റെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ, വിവാഹമോചനം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതാ. അള്ളാഹു അതിനുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിഅമത്താണ്, അനുഗ്രഹമാണ്. ഒരിക്കലും നിങ്ങൾ അതിൻ്റെ പേരിൽ സങ്കടപ്പെടരുതേ, ദുഃഖിക്കരുതേ, മനസ്സ് പരിധി വിട്ടിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യരുതേ. എൻ്റെ ജീവിതമേ, എനിക്കിങ്ങനെ ഒരു വിധി തന്നല്ലോ അല്ലാ എന്ന സങ്കടവുമായിട്ട് ഒരിക്കൽ പോലും എൻ്റെ പ്രിയമുള്ളവരെ മനസ്സ് വിട്ടുപോകും. സത്യമാ, ഏറ്റവും വലിയ വിഷമുള്ള കാര്യമാ വിവാഹമോചനം. പക്ഷേ തൊലാഖിൻ്റെ സന്ദർഭത്തിലൊക്കെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന സന്ദർഭമാ. ആണിനെ സംബന്ധിച്ചിടത്തോളം മക്കളെയും കൊണ്ട് അവൾ പോകും. പിന്നീട് മക്കളെപ്പോലും കാണാൻ അന്യൻ്റെ വീട്ടിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് എന്തെങ്കിലും അനുവാദത്തിന് വേണ്ടി മക്കളെ കാണാൻ പോലും കാത്തിരിക്കേണ്ട അവസ്ഥയാ, പ്രശ്നങ്ങളാ, പ്രയാസങ്ങളാ, മനസ്സിന് വേദനിക്കുന്ന വിഷയമാ. പക്ഷേ അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് ന്യായമായ വിഷയത്തിലാണ്, അല്ല എങ്കിൽ അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട. പെണ്ണേ, നിന്റെ ഭർത്താവിനെ നീ ഉപേക്ഷിച്ചത് ന്യായമായ വിഷയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീയും ഭയപ്പെടണ്ട. പക്ഷേ ആണേ പെണ്ണേ, രണ്ട് കൂട്ടരും ഭയപ്പെടേണ്ട ഒരു കാര്യം, അന്യായമായിട്ട് ഒരാവശ്യവുമില്ലാതെ ദുനിയാവിലെ മറ്റാരെങ്കിലും പറഞ്ഞതിൻ്റെ കേട്ട് അല്ലേ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ പോയാൽ, ആരുടെയെങ്കിലും ഭേഷണിയുടെയും ഗീബത്തിൻ്റെയും പേരിൽ, ചില ഊഹാപോഹങ്ങളുടെ പേരിൽ, പരസ്പരം സംശയരോഗത്തിൻ്റെ പേരിലൊക്കെ വെറുതെ നിസ്സാരമായ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന വിഷയം വെറുതെ പുകച്ച് വലുതാക്കിയിട്ട് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചിട്ട് കാര്യങ്ങളുടെ അവസാനം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണെ, ഒന്നാമത്തെ ആയത്ത് പറഞ്ഞല്ലോ, വീട് വിട്ടിറങ്ങരുതേ. നിങ്ങൾ അവിടെ കൊല്ലുന്നില്ലാത്ത സാഹചര്യമുണ്ടെങ്കിൽ, അതിക്രൂരമായ പീഡനങ്ങളൊന്നും അവിടെ നിന്ന് ഏൽക്കുന്നില്ലെങ്കിൽ, സന്തോഷത്തോടെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള, സമാധാനത്തോടെ ഭർത്താവിൻ്റെ കൂടെ കടക്കാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകല്ലേ പെണ്ണേ. അങ്ങനെ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ നീ ദീനിനെ കളിയാക്കിയവളാണ്, നീ അള്ളാഹുവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്, നീ കാഫിറത്താവുകയാണ്, നീ സത്യനിഷേധിയാവുകയാണ്. അള്ളാഹിൻ്റെ തൊലാഖ് എന്ന സൂറത്തിലെ 1-ാമത്തെ ആയത്തിനെ നിഷേധിക്കുന്നവളാണ്. പെണ്ണുങ്ങളാണ് കൂടുതൽ ഇറങ്ങിപ്പോകുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്ക് അതിന് കൂട്ടുപിടിക്കുന്ന പള്ളി കമ്മിറ്റിക്കാരെ, ആ കമ്മിറ്റിക്കാരുടെ പിന്നാലെയുള്ള അയൽവാസികളും സുഹൃത്തുക്കളുമായി പെണ്ണുങ്ങളോട് സ്നേഹത്തോടെ വീട് വിട്ടിറങ്ങിക്കോ, ഓൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരെ, നിങ്ങളൊക്കെ ദുൽമ് ചെയ്തിരിക്കുന്നു, അള്ളാഹു നിങ്ങളുടെ അദാബിനെ തൊട്ട് കാക്കട്ടെ, ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ നിർത്തിക്കോളൂ. തൊലാഖ് വലിയ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ തൊലാഖിലേക്ക് നീങ്ങുന്നതും അതിനെ തൊലാഖ് രണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരുമൊക്കെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യം അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ പാലിക്കണം. ആണേ പെണ്ണിനെ ഇറക്കി വിടാൻ യാതൊരു അവകാശവും ഇല്ല. ഒരിക്കൽ പോലും വീട്ടിലൊരു ചെറിയ പ്രശ്നമോ ഇനി വലിയ പ്രശ്നമോ ഉണ്ടായാൽ പോലും പെണ്ണെ പോ നിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞ് അവളോട് പെട്ടി പാക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവൾ കരഞ്ഞ് കാല് പിടിച്ചിക്കാ ഞാൻ പോകുന്നില്ല, എനിക്കിവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആ പെണ്ണിനെ നീ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ശഠിക്കുന്നുണ്ടെങ്കിൽ, ആണേ ദീനിനെ വെച്ചാ കളിക്കുന്നത് തീക്കളിയാണ്. നീ ദുൽമ് ചെയ്തിട്ടുണ്ട്. ഫഖദ് ളലമ നഫ്സ, നിന്റെ ശരീരത്തോട് ദുൽമ് ചെയ്തിട്ടുണ്ട്. നിനക്കുള്ള പണി അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ തരും. നിന്റെ റിസ്ക് ഇല്ലാതെയാവും. സമ്പത്ത് കോടികൾ സമ്പാദിച്ചാലും ബറക്കത്ത് അല്ലാഹ് എടുത്തു കളയും. നിനക്കതുകൊണ്ടൊന്നും ഒരു ഉപകാരം വരൂല. നിന്നല്ല നശിപ്പിക്കും. ഈ ജീവിതത്തിൽ വഹിക്കാനാവാത്ത ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമായിട്ട് സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും നിനക്ക് സംഭവിക്കുക. അതല്ല, അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചുകൊണ്ട് പ്രകാരം മാന്യമായി സന്തോഷത്തോടെ മാറൂഫായിട്ടുള്ള ഡിവോഴ്സാണ് നടന്നിട്ടുള്ളതെങ്കിൽ അള്ളാഹു നിന്റെ കൂടെയുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ഒരുപാട് മഖ്റജുകൾ നിനക്ക് ജീവിതത്തിൽ അല്ലാഹ് തുറന്നു തരുന്നതാ. വയർസുഖുഹു മിൻ ഹൈസ്, ഏറ്റവും വലിയ സന്തോഷ വർത്തമാനമാണ് പെണ്ണെ കേൾക്കുക. നിങ്ങൾക്ക് സുന്ദരമായ റിസ്ക് നിങ്ങളറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ചില പരിധികളുണ്ട്. ആ പരിധികളും ചില തർത്തീബുകളും അനുസരിച്ചിട്ട് അള്ളാഹ് അതിൻ്റെ കാര്യങ്ങൾ നീക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ടോളൂ. ഡിവോഴ്സൊക്കെ കഴിഞ്ഞവരൊക്കെ വളരെ വേദനയോടെ പലരും ഇത് കേൾക്കുന്നുണ്ടാവും, എനിക്കറിയാം.
പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങളായിരുന്നു, ഇങ്ങനെയായിരുന്നു, സൂറത്ത് ത്വലാഖ് ഞങ്ങൾ പഠിച്ചില്ലല്ലോ എന്ന് വേദനയോട് ഒരു പക്ഷേ ഈ ചാനലിൽ ഈ കമൻസിൽ നിങ്ങൾ പലരും എഴുതാൻ സാധ്യത ഉണ്ട്. ഇത് പഠിച്ചില്ലല്ലോ, സൂറത്ത് ത്വലാഖ് പഠിക്കാതെയാണല്ലോ ജീവിതത്തിൽ ത്വലാഖ് ചെയ്തത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവോട് തൗബ ചെയ്യുക. ഒരു പക്ഷേ അള്ളാഹു തൗബ സ്വീകരിച്ചേക്കാം, അത്രയും എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അതിൽ എല്ലാവരും കരുവാണ്, ഈ കമ്മിറ്റിക്കാരും കൂടിയിരുന്നവരൊക്കെ കരുവാണ്. അവരൊക്കെ ഇതിന് മറുപടി പടച്ചവൻ്റെ കോടതി. ഈ കമ്മിറ്റി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആവേശം, ചാടിക്കറി പ്രസിഡന്റ് ആവാൻ. നാളെ പടച്ചവൻ്റെ കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. മഹീലുമായിട്ട് പിരീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇസ്ന മിനൽ മഹീദ് മിൻ നിസാഇകും ഇനിർതബ്തും ഫഇദ്ദതുഹുന്ന സലാസതു അശ്ഹുരിൻ വല്ലായി ലം യഹിദ്ന. ഇനി ആർത്തവം നിലച്ചു പോയി എന്ന് വിചാരിക്കുക. കുറേ പ്രായമായി, ആർത്തവമൊന്നുമില്ല, ബ്ലഡൊന്നും വരുന്നില്ല, രക്തസ്രാവം ഇല്ലാത്ത ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി, പ്രായമായി. അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ശാരീരികമായിട്ട് അങ്ങനെ വിഷയങ്ങളുണ്ടാവാം. അതും കൈകാര്യം ചെയ്യണമല്ലോ. ഖുർആൻ എല്ലാ വിഷയത്തിലും കൈകാര്യം ചെയ്ത പോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന ആണിക്കല്ല്, ഏറ്റവും അടിത്തറ, അതിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇതിങ്ങനെ വിട്ടുപോകും. മഹീലില്ലാത്ത പെണ്ണാണ്, അങ്ങനെ ഇല്ലാത്ത പിരീഡൊന്നും ഇല്ലാത്ത, മാസമുറയില്ലാത്ത പെണ്ണാന്ന് വിചാരിക്കുക. അവരെന്ത് ചെയ്യണം? അവർക്ക് സംശയമുണ്ടെങ്കിൽ അറിയുക, അവരുടെ ഇദ്ദാകാലം 3 മാസമാണ്. സലാസത്തു അശ്ഹുർ വല്ലായി ലം യഹിദ്ന. അപ്പോൾ അത് പിന്നെ ഋതുമതിയായിട്ടില്ലാത്തവരുടെയും അവസ്ഥ തന്നെയാണ്. അപ്പോൾ അവർക്കും ഈ 3 മാസ കാലാവധി കാത്തിരിക്കണം. എനിക്ക് ശുദ്ധികാലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞൊരു പെട്ടിയും കിടക്കി എടുക്കണ്ടാന്ന്. എന്തൊരു സുന്ദരമായ ഇസ്ലാം അല്ലേ. ഒരു 45 വയസ്സുള്ളൊരു സഹോദരി വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, എനിക്ക് ശുദ്ധികാലം, എനിക്ക് ആർത്തവം പിരീഡൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോണ്ട, അവിടെ നിൽക്ക്, 3 മാസം കഴിയട്ടെ അല്ലേ. അള്ളാഹിൻ്റെ നിയമമാണ്, നിയമം വെച്ച് കളിക്കരുത്. വഉലാത്തുൽ അഹ്മാലി അജലഹുന്ന അൻ യദഅന ഹംലഹുന്ന വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ഇനി ഗർഭിണികളുടെ കാലാവധി എന്താ? അജലഹുന്ന അൻ യദഅന ഹംലഹുന്ന. അവരുടെ ഡെലിവറി പീരീഡ് കഴിയുന്നവരെ 1 വർഷത്തോളം 9 മാസവും 10 ദിവസവും അവർ കാത്തിരിക്കണം. ആ സമയമൊക്കെ ഭർത്താവിൻ്റെ ചിലവിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ ഡെലിവറിയുടെ ചാർജ്, ആശുപത്രിയിലെ ചിലവ്, ആശുപത്രിയുടെ ചിലവ് മാത്രമല്ല, കുട്ടിയുടെ ചിലവും കൂടെ ചേർത്ത് പറയാം. എൻ്റെ വക ചേർത്താൽ, എൻ്റെ വക ഖുർആനിലൊന്നും ചേർക്കാൻ പാടില്ല, പക്ഷെ പറയാം എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഹ്മാൽ, ആ കുഞ്ഞിൻ്റെ പ്രസവിക്കുന്ന ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ഭർത്താവിനാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ ചിലവിലായിരിക്കണം ഡെലിവറി. ഹോസ്പിറ്റലിലെ ചിലവ് ചേർത്ത് അതിൻ്റെ അനുബന്ധം, അതിനെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു ആൻറ്റിയെ, ഒരാളെ നമ്മളൊക്കെ വെക്കാറുണ്ട്. അതിൻ്റെ പൈസ കൂടി കൊടുക്കുക എന്നുള്ളത് അതൊക്കെ മാന്യതയ്ക്ക് നേർന്നതാണ്. കാരണം ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിൻ്റെ ചിലവിന് കൊടുക്കാൻ കഴിയില്ല, പിന്നെ നീയൊക്കെ ഒരാണാണോ? അങ്ങനെ ചോദ്യം അവിടെ കൊടുക്കുക. ഭർത്താവൊക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യം അത്. അപ്പോൾ അതിന് ശേഷം ഒരു പെണ്ണിനെ വെക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് ഇപ്പോൾ എത്രയാണോ പണം, ആ പണമൊക്കെ കൊടുത്ത് മാന്യമായിട്ട് അങ്ങനെ വേണം പിരിയാൻ. അങ്ങനെയൊക്കെ മാന്യത കാണിക്കുമ്പോൾ തന്നെ മിക്കവാറും ആ പെണ്ണ് തിരിച്ചു പോരുന്നുള്ള അതിൻ്റെ സത്യം. അള്ളാഹുവേ സൂക്ഷിക്കുന്നുവോ അവൻ്റെ കാര്യം, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കുമെന്ന് പറയുന്ന ആയത്തിനെ ചേർത്ത് ഇതിൻ്റെ മറുവശം കൂടി ചേർത്ത് പറയണം. അള്ളാഹിൻ്റെ ദീനിനെ വെച്ച് കളിക്കാനാണ് നിങ്ങൾ ജീവിതത്തിൽ തീരുമാനിക്കുന്നതെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും വൈകാരിക തലത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അള്ളാഹിൻ്റെ ദീനിനെതിരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കില്ല കേട്ടോ. അതും കൂടി അതിൽ ചേർത്ത് പറയാം. വമൻ യത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ കാര്യത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്ന, അത് ദാമ്പത്യ ജീവിതം അതിനെ ഒന്നാക്കി കൊടുക്കുന്നതാണോ? അങ്ങനെയും അതിനെ വായിക്കാം. അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ജീവിതം നന്നാക്കി കൊടുക്കുന്നു. ദാലിക അംറുല്ലാഹ്, ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്, അള്ളാഹിൻ്റെ തീരുമാനമാണ്, അള്ളാഹിൻ്റെ ഓർഡറാണ്. ഇത് പാലിച്ചോളണം. അൻസലഹു
ഇലൈക്കും, ഇത് അള്ളാഹു നിങ്ങൾക്കായി വിധിച്ചിട്ടുള്ള അള്ളാഹിൻ്റെ ജഡ്ജ്മെൻ്റാണ്, അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഇത് പാലിക്കാത്തവനെ നിങ്ങൾ കാഫിറാണ്. അപ്പോൾ ഈ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാന്നൊക്കെ പറഞ്ഞെടുക്കുന്നവരെ, നിങ്ങളൊക്കെ എന്ത് വിഡ്ഢികളുടെ സ്വർഗത്തിലാ. ഇതൊക്കെ പാലിക്കുന്നവരാ മുഅ്മിൻ. ജീവിതത്തിൽ അള്ളാഹു ആകാശലോകത്തുനിന്ന് ഏതെങ്കിലും ഒരു 5 നേരം നിസ്കരിച്ച് ജീവിതത്തിൽ പഴയും പോലെ ഒരു ഹജ്ജ് ചെയ്തിട്ട് ഉംറയൊക്കെ ചെയ്തിട്ട് ഒരു വെള്ള വസ്ത്രവും തൊപ്പിയും താടിയും വെച്ച് സ്വർഗത്തിൽ കടന്നു കളയാന്നൊക്കെ വിചാരിക്കുന്നവരെ ചിന്തിച്ചോളുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ ദേവാപ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ട് സംഘടനൻ്റെ പ്രസിഡന്റോ പള്ളി കമ്മിറ്റി പ്രസിഡന്റോ ഒക്കെ ആയപ്പോഴത്തേക്ക് സ്വർഗത്തിൽ ടിക്കറ്റ് എടുത്ത് എന്നൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരെ ആലോചിച്ചുകൊള്ളുക. ഇതൊന്നും അടുത്തൊന്നും തീരാൻ പോണില്ല. നിങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കിടപ്പറ മുതലുള്ള വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ സന്നദ്ധമല്ലാത്തോടത്തോളം വിശുദ്ധ ഖുർആനെ നിങ്ങൾ അവഹേളിച്ചവരാണ്. അള്ളാഹിൻ്റെ ദീനിനെ നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ പാലിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദിൽ പോയി നിസ്കരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കണം. കാരണം പലരും കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിമാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ മകളുടെ തലാഖിൻ്റെ വിഷയത്തിൽ എടുത്ത തീരുമാനം ഇങ്ങനൊന്നും അല്ല, സൂറത്തു തലാഖിൻ്റെ നിയമങ്ങളല്ല. എങ്കിൽ നിങ്ങൾ കാഫിറാണ്, സത്യനിഷേധിയാണ്, സത്യദീനിനെ നിഷേധിക്കുന്ന നിഷേധികളിലാണ് നിങ്ങൾ. നമ്മൾ വിചാരിക്കും കാഫിർ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവനാ. അങ്ങനെയൊന്നുമല്ല, നിസ്കരിക്കുന്നവരും കാഫിറുകളുണ്ടാവും. അത് ഈ വിഷയത്തിൽ അവൻ കുഫർ ചെയ്തു. അതുകൊണ്ട് അള്ളാഹിൻ്റെ അദാബിനെ തൊട്ട് നിങ്ങൾ ഭയപ്പെട്ടോ. അള്ളാഹിൻ്റെ വിധിയാണിത്. വമൻ യത്തഖില്ല, ആരാണോ ഇതിനെ സൂക്ഷിച്ചത്, യുകഫിർ അൻഹു സയ്യിആതിഹി വയുളിം ലഹു അജ്റ, അള്ളാഹു അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കൊള്ളുകയും അവന് പ്രതിഫലം അള്ളാഹു മെച്ചപ്പെടുത്തി കൊടുക്കുകയും. അവൻ്റെ കാര്യത്തിൽ ഈ പ്രതിഫലം മെച്ചപ്പെടുത്തുന്ന ദുനിയാവിലും അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കില്ലേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാത്തിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, ഈ ദുനിയാവിനെ ഹസനത്താക്കണേ. നമ്മൾ ഹസനത്തായിട്ട് ജീവിക്കണം. അപ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും അള്ളാഹു നമ്മുടെ റിസ്ക്കിനെ മെച്ചപ്പെടുത്തുകയും ദുനിയാവിലും പരലോകത്തും അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ല തോന്നിയ പോലെയുള്ള ഡിവോഴ്സും കാര്യമൊക്കെ ആണെങ്കിൽ ഗോ ഹെഡ്, നിങ്ങൾ തോന്നിയ പോലെ പോയിക്കോളൂ. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറൂഹുന്ന ലിതുദയ്യിഖൂ അലൈഹിന്ന. ഇനി നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സകൻതും അവളെ താമസിപ്പിക്കുക, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഇദ്ദാൻ്റെ സമയത്ത് അവളെ നന്നായിട്ട് കെയർ ചെയ്യണം. ഭർത്താക്കന്മാരോടുള്ള കാര്യമാണ്. നിങ്ങൾ കഴിവിനൊത്ത വിധം ഇദ്ദാവളിൽ അവരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം. ഇത് വീണ്ടും എടുത്ത് പറഞ്ഞിട്ടും തോന്നിവാസം കാണിക്കുന്ന കമ്മിറ്റിക്കാരെ, ഈ രോഷൻ്റെ തീർന്നില്ലല്ലോ. നാട്ടിൽ അത്രയും നടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പലരുടെയും ജീവിതത്തിൽ ഇരുട്ട് ബാക്കിയാക്കിയിട്ട് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞ് കൈ കഴുകല്ല. ആ ബാപ്പയും ആരൊക്കെയാണോ ഈ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്, ആ കമ്മിറ്റിയിലിരുന്നവർ, ഇനി ആ കമ്മിറ്റികളിലേക്ക് പോയിരിക്കുന്നവരൊക്കെ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, ഒന്നാം തൊലാഖിന് ശേഷം 3 മാസം അവൾ ആ ഭർത്താവിൻ്റെ ചെലവിൽ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന അള്ളാഹുവിൻ്റെ കരാർ പാലിക്കാത്ത കമ്മിറ്റിയാണെങ്കിൽ ഈ കമ്മിറ്റിക്ക് അള്ളാഹുവിൻ്റെ ശാപമാണ്. ഇത് കുഫ്രിയത്തിൻ്റെ കമ്മിറ്റിയാണ്. അള്ളാഹിൻ്റെ ദീനിനെ വെച്ച് കളിക്കരുതേ ആലിമീങ്ങളെ, മുസ്താദുമാരെ എന്ന് ആ കമ്മിറ്റിയിൽ ഉറക്കെ ശബ്ദിക്കാൻ, ദീന് വെച്ച് സൂറത്തു ത്വലാഖ് വെച്ചിട്ട് ശബ്ദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അസ്കിനൂഹുന്ന, അവളെ താമസിപ്പിക്കണം. മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറൂഹുന്ന ലിതുദയ്യിഖൂ അലൈഹിന്ന. അവളെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ബുദ്ധിമുട്ടിക്കരുതേ. ഭർത്താക്കന്മാരോട് പറയാ, വഇൻ കുന്ന ഉലാതി ഹംലിൻ ഫഅൻഫിഖൂ അലൈഹിന്ന ഹത്താ യളഅന ഹംലഹുന്ന. അവൾ ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കുന്നത് വരെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോ, പ്രസവിക്കുന്നത് വരെ ചിലവിന് നിങ്ങൾ കൊടുക്കണം. പ്രസവിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. പ്രസവിക്കുന്ന വരെ പറയുമ്പോൾ ആ ഡെലിവറി ഹോസ്പിറ്റൽ ചിലവ് മാത്രമല്ല, അതിൻ്റെ അനുബന്ധം കൂടെ അങ്ങ് കൊടുത്തേക്കും. അതിൻ്റെ വക ചേർക്കണത്. അതൊക്കെ മാനുഷിക പരിഗണനയിൽ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരാളിപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഡെലിവറി വരെ എന്നല്ല പറഞ്ഞപ്പോൾ ഡെലിവറി വരെയുള്ള നമ്മൾ ചെയ്യുള്ളൂ, അതിനേഷമുള്ള ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ നിങ്ങളെ മകനല്ലേ, ഒന്നുമില്ലല്ലോ, നിങ്ങളെ ചോരയുടെ മോനല്ലേ, അത് നിങ്ങൾ കാരണം ഉണ്ടായ മോനല്ലേ. അറ്റ്ലീസ്റ്റ് ആ ഒരു സ്നേഹമെങ്കിലും കാണിക്കണം. ഫഇൻ അർദഅന ലക്കും ഫആതൂഹുന്ന
ഉജൂറഹുന്ന. അവർ മുലയൂട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും നൽകുക. കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ ഇനി ഒരു സ്ത്രീയെ വെക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ജിത്തിഹാദി വിഷയത്തിൽ നടത്തുകയാണ്. കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സ്ത്രീ അപ്പോൾ പണ്ട് കാലത്തുള്ളതായിരുന്നു. പണ്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ മുലയൂട്ടൽ മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്ന സ്ത്രീ എന്നുകൂടി അതിനെ ചേർത്തിട്ട് ഇന്ന് ആ ഒരു 10-40 വയസ്സായത് 40 ദിവസം കുട്ടീനെ പിന്നെ ഒഴിയാനും കുട്ടിയെ പിന്നെ കുളിപ്പിക്കാനൊക്കെ വരുന്ന ഒരു സഹോദരനാണ്. അതിൻ്റെ ചിലവ് കൂടി വഹിക്കണം. അപ്പോൾ അത് അങ്ങനെ തന്നെ നിയമമായിട്ട് കാണുക. ഇൻഷാ അല്ലാഹ് ഇത് അങ്ങനെ തന്നെ നമ്മൾ കണ്ടാൽ മതി. അത് അല്ലാത്ത രീതി കണ്ടാൽ അത് നമ്മൾ വഹിക്കണം. ഡിവോഴ്സ് ചെയ്യാൻ പോകണം മുഴുവൻ ഭർത്താക്കന്മാരും കേൾക്കുക. കുഞ്ഞുണ്ടോ വയറ്റിൽ, ആ കുഞ്ഞ് വളർന്ന് ആ കുഞ്ഞിന് ഒരു പിന്നെ ഹോസ്പിറ്റൽ ചിലവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു എന്താ പറയുക മാസത്തിലുള്ള ചിലവിൻ്റെ വിഷയം വേറെ. അത് പിന്നെ ഇപ്പം 17 വയസ്സ് വരെ കൊടുക്കണം. അങ്ങനെയാണ് ഷെറയിലെ നിയമം. ഇന്ത്യൻ നിയമവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് മക്കൾക്ക് ചിലവിന് എടുക്കുന്നത് വേറെ. അതല്ല, ഈ കുഞ്ഞിന് നോക്കാൻ വരുന്നൊരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിയുടെ ചിലവും അതിൻ്റെ എക്സ്പെൻസും കൂടെ ആര് കൊടുക്കണം? ഈ ഭർത്താവ് കൊടുക്കണം. പരസ്പരം നല്ല രീതിയിൽ ഇതൊക്കെ മാന്യമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കുക. നിങ്ങളെന്തിനാ ആ ഹോസ്പിറ്റലിൽ ചേർത്ത് കൊണ്ടുപോയത്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരായിരുന്നോ? നിങ്ങളെന്തിനാ എത്ര വലിയ എക്സ്പെൻസ് ഉണ്ടാക്കിയത്? എന്നെ ദ്രോഹിക്കാനല്ലേ? ഇങ്ങനെയുള്ള വർത്താനൊന്നും വേണ്ട. മാന്യമായിട്ട് സംസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരും. അതല്ല ദീനി വെച്ച് കളിക്കാൻ നിൽക്കണ്ട. എന്നാൽ നിങ്ങൾക്ക് ഇരുവൾക്കും അത് പ്രയാസമാവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരാൾ ഒരു പിന്നെ എന്താ പറയുക, ഒരു സഹോദരിക്ക് പിന്നെ മുലയൂട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പോൾ അതിന് വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാളെ വെക്കണ്ട എന്നുള്ളതും കൂടെ എല്ലാം പഴുതടച്ചുള്ള സമീപനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചിലവാക്കിക്കോളൂ. നിങ്ങൾ തൻ്റെ കഴിവിനനുസരിച്ചുള്ള ചിലവാക്കലൊക്കെ നിങ്ങൾക്ക് ചിലവാക്കാൻ, ഇനിയിപ്പോൾ അതിൻ്റെ ശേഷവും നിങ്ങൾക്ക് ചിലവാക്കാനും കൊടുക്കാനും ഒക്കെ ഒരു ഭർത്താവിന് തോന്നുന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് ശേഷവും പാവപ്പെട്ട എൻ്റെ പെണ്ണേ, നീ എൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞവളാണ്, എന്നെ സ്നേഹിച്ചവളാണ്, നിനക്ക് പിരിയേണ്ടി വന്നു, നിനക്ക് ഞാനൊരു കുറച്ചുകൂടെ പൈസ അയച്ചു തരികയാണ്, നീ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചിലവഴിച്ചോളൂ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, തൻ്റെ ഉപജീവനത്തിന് ഇടക്കം അനുഭവിക്കുന്നവർ അള്ളാഹു അവന് നൽകിയതിന് ചെലവിന് നൽകട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അള്ളാഹു നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവാക്കുക. നിങ്ങൾ ഇടുക്കുണ്ടെങ്കിൽ പ്രയാസപ്പെട്ട് കൊടുക്കണം എന്നല്ല പറയുന്നത്. എന്നാലാവട്ടെ ദുരിതം പറഞ്ഞിട്ട് പ്രയാസം പറഞ്ഞതിന് രക്ഷപ്പെടാനും പാടില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ പരമാവധി അവളെ സഹായിക്കണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ, അള്ളാഹു ആരെയും അയാൾക്ക് അയാൾക്ക് ഈ കഴിവിൽ കവിഞ്ഞതിന് നിർബന്ധിക്കുന്നില്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ലാതെ അല്ല. എന്നാൽ മാത്രമല്ല, സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രയാസം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആരെയും പ്രയാസപ്പെടുത്താനല്ല. കഴിവിൽ കവിഞ്ഞതൊന്നും അള്ളാഹു നിങ്ങളോട് പറയുന്നില്ല. وكأي من قرية أتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا. അള്ളാഹു പറയാ അതിനുശേഷം വകഅയ്യി മിൻ ഖറിയത്തിൻ, എത്ര നാടുകൾ അത്തത് മിൻ അംരി റബ്ബി, അള്ളാഹിൻ്റെ ജഡ്ജ്മെൻറ്റിനും അള്ളാഹിൻ്റെ തീരുമാനങ്ങളും അള്ളാഹിൻ്റെ ദീനും ഇല്ലാതെ നടന്നതിൻ്റെ പേരിൽ എത്ര നാടുകളെ അള്ളാഹു അവരുടെ ദൂതന്മാരുടെ കൽപ്പനകൾ നിരാകരിച്ചിട്ട് നടന്നതിൻ്റെ പേരിൽ ആ കർക്കശമായ അള്ളാഹുവിൻ്റെ ശദീദായിട്ടുള്ള ചില അദാബ്, അള്ളാഹിൻ്റെ കഠിനമായ ശിക്ഷ
അവരെ കൊടിയ വലിയ പണിഷ്മെൻറ്റുകൾ, വലിയ ശിക്ഷകൾ അള്ളാഹു നൽകിയത് എത്രയെത്ര നാടുകളെയാണ്, എത്ര നാട്ടിലെ ആളുകളെ ഒന്നടങ്കം കൂട്ടായിട്ടോ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദീന് വിട്ട് കളിച്ചതിൻ്റെ പേരിൽ അള്ളാഹു എത്ര വലിയ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ആയത്ത് എന്തിനാണ് ഇവിടെ പറഞ്ഞത്? അള്ളാഹിൻ്റെ ദീനിനെ വിട്ട് തൊലാഖിൻ്റെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് തോന്നിയതുപോലെ തോന്നിവാസം കളിച്ചെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അദാബ് വരും എന്ന് തന്നെ നമ്മളതൊന്ന് മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ ദീൻ എന്നുള്ളത് നമുക്ക് കളിക്കാനുള്ളതല്ല. അത് കളിച്ചവർ അനുഭവിച്ചോളും. അത് നമ്മളാരും പറയണ്ട. ദുനിയാവിൽ നമുക്ക് കാണാം. ഫദാഖത് വബാല അംരിഹ വകാന ആഖിബതു അംരിഹ ഖുസ്റ. അങ്ങനെ അവർ സ്വന്തം ചെയ്ത കർമ്മഫലമാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് വബാല അംരിഹ, അള്ളാഹിൻ്റെ അമ്രിനെ അവർ കൊടിയ നഷ്ടമായിരുന്നു അവരുടെ അന്ത്യം. അവരുടെ ആഖിബത്ത് അള്ളാഹു എന്ത് ചെയ്യും? വലിയ നഷ്ടത്തിലാക്കും. ആഖിബത്ത് ശിഷ്ടകാലം വലിയ പ്രയാസത്തിലായിരിക്കും. അള്ളാഹിൻ്റെ ദീന് വിട്ടിട്ട് വലിയൊരു അവിഹിതത്തിന് വേണ്ടി മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആദ്യത്തോടെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നവരെ, പെണ്ണുങ്ങളെ, ഭർത്താക്കന്മാർ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഭർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടിയിട്ട് സ്വന്തം വീട്ടിൽ അഭയം പ്രാപിക്കുന്ന പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ വരദൂഷണങ്ങൾക്ക് വഴിപ്പെട്ട് സ്വന്തം സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പോയ പെണ്ണുങ്ങളെ, നിങ്ങളുടെ ആഖിബത്തുണ്ടല്ലോ, ശിഷ്ടകാലം വലിയ കഷ്ടത്തിലായിരിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നിങ്ങളോട് കൂടിയ ആണും പെണ്ണും ഇതിൽ മനസ്സിലാക്കിക്കോളുക. ഇത് തലാഖിലൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, ഇവളൊന്നിട്ട് ഒഴിഞ്ഞു കിട്ടിയാൽ മതി, നല്ല ജീവിതം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ദുനിയാവിലെ മറ്റ് കുടുംബജീവിതത്തിലുള്ളത്. അവർക്ക് അതൊക്കെ സഹിച്ചും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം പോരായ്മകൾ നികത്തിയും ജീവിക്കുന്നവരാ. അതിന് പകരം നിങ്ങളെടുത്ത് ചാടി ഡിവോഴ്സിലേക്ക് ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, ആങ്ങളെ പറഞ്ഞതിൻ്റെ പേരിൽ, ബാപ്പ പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏഷണി കൂട്ടി തന്നതിൻ്റെ പേരിലൊക്കെ ഡിവോഴ്സിൽ പോകുന്നവരെ, അള്ളാഹിൻ്റെ നിയമങ്ങളും ഇദ്ദാ പീരീഡും കാലാവധിയും ഭർത്താവിൻ്റെ ചെലവിൽ 3 മാസം നിൽക്കുകയും അതിനുശേഷമുള്ള 1-ാം തൊലാഖും അതിൻ്റെ നിയമപരിധികളും ഇതൊക്കെ പാലിക്കാതെ ഇങ്ങനെ തോന്നിയ പോലെ ഡിവോഴ്സ് ചെയ്ത മുഴുവൻ പേരും അള്ളാഹുവിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് ഇന്ന് തന്നെ സുജൂദിൽ വീണോളൂ. അള്ളാഹിൻ്റെ കലാമാണ്. നിങ്ങൾക്ക് കൽബുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഒരു തരി ഈമാനുണ്ടെങ്കിൽ, ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അള്ളാഹുവിൽ 1000 വട്ടം തൗബ ചെയ്തോളൂ. ഒരു പക്ഷേ അള്ളാഹു തൗബ സ്വീകരിച്ചേക്കാം. അതികഠിനമായ ശിക്ഷയാ. ദുനിയാവിൽ നിങ്ങൾക്ക് നരകതുല്യമായ ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോണത്. അത് കമ്മിറ്റിക്കാരും ഇടപെട്ടവരും അടക്കം ചിന്തിക്കേണ്ട വിഷയമാണ്. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ, അള്ളാഹു കഠിന ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഫത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിച്ചോളൂ. യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ച ബുദ്ധിയുള്ളവരെ, അള്ളാഹുവോട് ഭയഭക്തിയുള്ളവരാവുക. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് ബുദ്ധി കാണിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവോട് നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ, ഇതൊക്കെ ഉത്ബോധനമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവരും മനസ്സിലാക്കിക്കോ. റസൂലൻ യത്ലൂ അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാതിൻ ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക്, വെളിച്ചം തമസ്സോമാ ജ്യോതിർഗമയ, അല്ലേ? അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹിൻ്റെ റസൂല് വ്യക്തമായ സൂക്തങ്ങൾ, വ്യക്തമായ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്ന ഒരു ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരിലേക്ക്, അവർക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളയാകുന്ന റഹ്മത്തുൽ ആലമീനായ മുത്തളി മുഹമ്മദ് റസൂലുള്ളയെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി ഈ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നത് നമ്മുടെ മുത്തളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നാം ആ നബിയെ സ്നേഹിക്കുന്നു, ആ റസൂലിനെ സ്നേഹിക്കുന്നു, ഈ ഖുർആനെ ആദരിക്കുന്നു, അള്ളാഹുവിനെ ഇഷ്ടത്തോടെ നമ്മൾ സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ കാണുകയും അത് ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് റസൂലായ മുഹമ്മദ് റസൂലുള്ള ഈ ആയാത്തുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകൾ വ്യക്തതയോടെ നമുക്ക് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക്
ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക് വഴി കാണിക്കാൻ നമുക്ക് നൽകിയതാ. അതുകൊണ്ട് ഇരുട്ടിൽ തപ്പി ഇരുട്ടിൽ ലുലുമാത്തിലേക്ക് ലുലുമാത്തിൻ്റെ വഴി സ്വീകരിച്ചിട്ട് ലുലുമ ചെയ്തവരെ അവരവരുടെ വഴിയിൽ തുടർന്നോ. വമയ്യുമിൻ ബില്ലാഹ്, ആര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നോ, വയഅമൽ സ്വാലിഹാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടെ അവൻ്റെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നോ, വയുദ്ഖിൽ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. ഇത്രമേൽ സന്തോഷമുള്ള വർത്താനം വേറെയുണ്ടോ? അവർക്ക് അല്ലാഹു അങ്ങനെ അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിതത്തിൽ അത് നിക്കാഹിൻ്റെ വിഷയമായാലും തലാഖിൻ്റെ വിഷയമായാലും അങ്ങാടിയിലെ വിഷയമായാലും അത് കുടുംബത്തിലെ വിഷയമായാലും കുടുംബത്തിന് പുറത്തുള്ള വിഷയമായാലും അയൽവാസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായാലും അല്ലെങ്കിൽ ബിസിനസ്സിൽ ബന്ധപ്പെട്ട വിഷയമായാലും നാട്ടിലെ കാര്യം മറുനാട്ടിലെ കാര്യമോ ഏത് കാട്ടിലെ കാര്യമോ രാഷ്ട്രീയത്തിലോ ഏത് വിഷയത്തിലും അള്ളാഹുവിനെ വലിയാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപെട്ട് ജീവിക്കുന്നവനുണ്ടല്ലോ, അവർക്ക് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന ഒരുപാട് സുന്ദരമായ സ്വർഗീയമായ തോട്ടങ്ങൾ ജന്നാത്താണ് നാളെ സ്വർഗത്തിൽ ലഭിക്കുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു 10 സെൻറ്റ് സ്ഥലം എടുക്കാൻ എത്ര പൈസ കൊടുക്കണം? അവിടെ തോട്ടങ്ങൾ തന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നമുക്ക് സുന്ദരമായി നമുക്ക് തന്നെ വസിക്കാൻ സുന്ദരമായ ഒരു ജീവിതം അല്ലാഹ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ ഓഫറുണ്ട് അവർക്ക്, ഖാലിദീന ഫീഹാ, അവരവിടെ നിത്യവാസികളാണ്, അവിടെ മരണമില്ല, കാലങ്ങളോളം യുഗങ്ങളോളം കഴിയാത്ത എത്ര കാലമാ, കാലത്തിന് അവസാനമില്ല, പിന്നെ മരണമില്ലാത്തൊരു ലോകത്ത് സുന്ദരമായ സ്വർഗീയ ആരാമങ്ങൾ, സ്വർഗത്തോപ്പുകൾ, സുന്ദരമായ ഭവനങ്ങൾ, സുന്ദരമായ ഭക്ഷ്യവിഭവങ്ങൾ, എല്ലാം നിലച്ചു പോവാത്ത സുന്ദരമായ ജീവിതം അള്ളാഹു നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നശ്വരമായ ഈ കൊച്ചു ജീവിതത്തിൽ അള്ളാഹിൻ്റെ ദീനിനെ വിട്ട് കളിക്കല്ലേ സഹോദരങ്ങളെ. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അള്ളാഹുവിന് വിശിഷ്ടമായ വിഭവങ്ങളും നാളെ പരലോകത്ത് നൽകുന്നതാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഈ ഭൂമിയിലെ പോലെയുള്ളല്ല, ഒരാളും കണ്ടിട്ടില്ലാത്ത, ഒരു നാവും രുചിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത ഉന്നതമായ ഒരിക്കലും അവസാനിക്കാത്ത മരണമില്ലാത്ത ഉന്നതമായ സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അമലുകൾ ചെയ്യുന്നവരെ അള്ളാഹിൻ്റെ ദീന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ അവക്കിടയിലുള്ളതിനെയും സകലതിനെയും സൃഷ്ടിച്ച റബ്ബേ, ആ റബ്ബായ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ്റെ കൽപ്പനകളാണ് തൊലാഖുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവതരിച്ചത്. നിങ്ങൾക്കിടയിലുള്ള വിഷയത്തിൽ അവൻ്റെ അംർ, അവൻ്റെ തീരുമാനം, അവൻ്റെ കൽപ്പനകളും അവൻ്റെ നീതി നിർവഹണവും അവൻ്റെ തീരുമാനങ്ങളും അവൻ്റെ ജഡ്ജ്മെൻറ്റും നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അറിയുക, ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു. ആകാശങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, 7 ആകാശങ്ങൾ അല്ലാഹു പടച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയ്ക്കുള്ള സകലതും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആ ശക്തിമാനായ റബ്ബിൻ്റെ ശക്തിയെ ഭയപ്പെട്ടുകൊള്ളുക. ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തലാഖിൻ്റെ വിഷയത്തിൽ അവഗണന കാണിക്കരുതേ സഹോദരങ്ങളെ. അല്ലാഹു തീർച്ചയായും ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, നിങ്ങളുടെ സകല കാര്യവും അല്ലാഹുവിന് ശരിയായിട്ടറിയാം. അല്ലാഹുവിനറിയാം ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ തെറ്റ്, ആരാണ് കളിക്കുന്നത്, ഇടയിൽ നിന്ന് കളിച്ചതാരാ, ഇടയിൽ ഈശണി പറഞ്ഞതും ഗീബത്ത് പറഞ്ഞതും പരസ്പരം ബന്ധങ്ങൾ വിലക്കിയതും അള്ളാഹിൻ്റെ തീരുമാനമാകുന്ന കാലാവധിയുടെ വിഷയത്തിൽ, തലാഖിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിലൊക്കെ നിങ്ങളുടെ ഇടയിൽ തെറ്റിച്ചതാരാ, കമ്മിറ്റിയിൽ കൂടിയിരുന്നതാരാ, അവരുടെ മനസ്സുകളിൽ എന്താ, ഈ വിഷയമൊക്കെ അള്ളാഹുവിന് വളരെ ഗൗരവത്തിലറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, തൊലാഖ് വളരെ ഗൗരവപ്പെട്ടതാ. നിക്കാഹ് പോലെ പുണ്യം
നിക്കാഹ് പോലെ പുണ്യമുള്ള കാര്യമാ തൊലാക്ക്. ഒരിക്കലും അത് വെറുക്കപ്പെട്ടതല്ല. പക്ഷേ അത് അതിൻ്റെ നിയമപരിധികൾ പാലിച്ചുകൊണ്ട് മഅറൂഫായിട്ട് ഏറ്റവും മാന്യമായ രീതിയിലാണെങ്കിൽ അള്ളാഹു അതുവഴി നിങ്ങൾക്ക് പാപങ്ങൾ കൊഴിഞ്ഞു പോയ തെറ്റുകൾ, എല്ലാ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും അതോടൊപ്പം ആ പുറത്തു തരുന്ന പാപത്തിൻ്റെ അതിലൊക്കെ അപ്പുറം നിങ്ങൾക്ക് ഈ ദുനിയാവിലെ ജീവിതം നന്നാക്കി തരികയും നിങ്ങൾക്ക് അള്ളാഹു കാണാനാവാത്ത, നിങ്ങളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധം അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും സമാധാനമുള്ള ജീവിതം നൽകുകയും ചെയ്യും. അതുകൊണ്ടൊരിക്കലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ദുനിയാവിൽ നിങ്ങൾക്ക് റഹ്മത്തും ബർക്കത്തും അള്ളാഹ് തരും. അതല്ല അള്ളാഹിൻ്റെ തൊലാഖിൻ്റെ നിയമങ്ങൾ വഴിതെറ്റിച്ച് തോന്നിയതുപോലെ വൈകാരികതയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ കൂടിയിരുന്ന് പരസ്പരം എന്തൊക്കെയോ തോന്നിയതുപോലെ വിധിച്ച് തലാഖിൻ്റെ നിയമപരിധികൾ ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അവർക്ക് ദുനിയാവിൽ വെച്ചിട്ട് ശിക്ഷയുണ്ട്. അവർക്ക് ഒരു റിസ്ക് ഉണ്ടാവില്ല. അവർ വലിയ നഷ്ടത്തിലാകും. പരലോകത്ത് അവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ നൽകുന്നതാണ് എന്ന സൂറത്ത് ത്വലാഖിൻ്റെ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ ഒരുപക്ഷേ ഈ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലും മറ്റൊരു സംസാരത്തിലും ഇത്ര വൈകാരികമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അള്ളാഹു അത്രക്കും ഗൗരവത്തിൽ ഉണർത്തുന്ന വിഷയമാണ്. മക്കളെ അനാഥരാക്കല്ലേ പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങളെ വഴിതെറ്റിക്കല്ലേ, ബന്ധങ്ങളെ തകർക്കല്ലേ. അതോടൊപ്പം ഇസ്ലാമിൻ്റെ വിശുദ്ധമായ സുന്ദരമായ ത്വലാഖ് എന്ന് പറയുന്ന പുണ്യമുള്ള നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ പരലോകത്ത് അല്ലാഹു ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, പരലോകത്ത് അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ തീരുമാനം ത്വലാഖിൻ്റെ വിഷയത്തിലും നടത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് നാളെ സ്വർഗലോകത്ത് ഉന്നതമായ നിത്യവാസമുള്ള സ്വർഗവും സ്വർഗീയ ആരാമങ്ങളും നൽകുമെന്നും ദുനിയാവിൽ അവന് അള്ളാഹു നിങ്ങൾ കാണാത്ത രീതിയിൽ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുമെന്നും ജീവിതത്തിൽ സമാധാനം നൽകുമെന്നും അള്ളാഹുവിൻ്റെ ഓഫറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹിൻ്റെ ദീനം അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വിധിയേകണേ അള്ളാഹുവേ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തരണേ അള്ളാഹുവേ, ഞങ്ങൾ കാരണം വേദനിച്ച ഹൃദയങ്ങളെ അള്ളാഹുവേ അതിൻ്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ലേ അള്ളാഹുവേ, ഈ തൊലാഖുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവേ എന്തൊക്കെ വഴികേടിൽ ആളുകൾ സഞ്ചരിക്കുന്നുണ്ടോ അതൊക്കെ മാറ്റി മുസ്ലിം സമുദായത്തിലെ കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന വിവാഹമോചനങ്ങൾ അനവധിയാ. ഒരു ദിവസം തന്നെ 5ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നെന്ന സർക്കാർ കണക്കിൽ. അത്രമേൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന ഒരു നാട്ടിലാ അള്ളാഹുവേ സൂറത്ത് ത്വലാഖ് പാരായണം ചെയ്യുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവേ, ബന്ധങ്ങൾ നന്നാക്കി തരണേ പിശാചനെ കൊണ്ട് ഇടപെടിപ്പിക്കല്ലേ മക്കളെ അനാഥമാക്കിക്കൊണ്ട് സ്വന്തം ബാപ്പയെ നഷ്ടപ്പെട്ട ഉമ്മാനെ നഷ്ടപ്പെട്ട പോലെ അനാഥമായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ ഈ വേദനാജനകമായ അവസ്ഥ അള്ളാഹുവേ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വരുത്തല്ലേ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ മക്കളുടെ കണ്ണുനീര്, ഭാര്യയുടെ കണ്ണുനീര്, പിതാവിൻ്റെ കണ്ണുനീര്, ഇരു കുടുംബങ്ങളും അകന്നു പോകുന്നു, ബന്ധങ്ങൾ അകലുന്നു, വേദനയാ പ്രയാസങ്ങൾ അള്ളാഹുവേ ആർക്കും ഈ ഗതി വരുത്തല്ലേ അള്ളാഹുവേ വിശുദ്ധമായ നിക്കാഹോടുകൂടെ ഇസ്ലാമിക ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന എത്ര ചെറുപ്പക്കാരാ അള്ളാഹുവേ പിന്നീട് മനസ്സ് തകർന്ന് ജീവിക്കുന്നത്. അള്ളാഹുവേ, അവർക്കൊക്കെ നിന്റെ ദീനിൻ്റെ ശരിയായ ഇൽമ പഠിപ്പിച്ചുകൊണ്ട് ശരിയായ മനസ്ഥൈര്യത്തോടെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ നൽകണേ സഹോദരിമാരുടെ കാര്യത്തിൽ അള്ളാഹുവേ അവർക്ക് എല്ലാ അർത്ഥത്തിലും ക്ഷമയോടെ കുടുംബ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ അതൊക്കെ നേരിടാനുള്ള ശക്തി കൊടുക്കണേ അവർക്കൊക്കെ നല്ല രീതിയിൽ തൻ്റെ ഭർത്താവിനെ പരിചരിക്കാനും കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാകാനും ദീനിയായ ജീവിതം നയിക്കാനും അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും നൽകണേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹുവേ ദീനിൻ്റെ വിഷയത്തിൽ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ടെന്ന പോലെ തലാഖിൻ്റെ വിഷയത്തിലും ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അറിയാതെ വന്നു പോയ
പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവേ, ശാരീരികമായ അസുഖങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു പക്ഷേ ഒരു സ്കാനിങ്ങിലും ഒരു ECGയിലും ഒരു ഡയഗ്നോസ് ചെയ്തും കണ്ടെത്താൻ പറ്റാത്ത അസുഖങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ടാകാം. അള്ളാഹുവേ, എല്ലാം അറിയുന്നവനായ റബ്ബേ, ഞങ്ങളെ വഹിക്കാനാവാത്ത ഭാരങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ അല്ലാ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അടിക്കടി തരല്ലേ അല്ലാ. എന്തൊക്കെ പരീക്ഷണങ്ങൾ നീ തന്നാലും അള്ളാഹുവേ, അതൊക്കെ ഈമാനോടെ അതിജയിക്കാനുള്ള വിശ്വാസപരമായ കരുത്ത് നൽകണേ അല്ലാ. അതിനുള്ള താക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, റഹ്മത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അള്ളാഹുവേ, തൃപ്തികരമായി നിനക്കിഷ്ടപ്പെട്ട പോലെ ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ജീവിതത്തിൽ അറിയാതെ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ. നല്ലത് സംസാരിക്കാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് കാണാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. തെറ്റിൻ്റെ വഴികളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. 5 വക്ത് നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതോടൊപ്പം സുജൂദുകൾക്കിടയിലുള്ള ജീവിതത്തെ കൂടി വിശുദ്ധമാക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. രഹസ്യ ജീവിതം നന്നാക്കി തരണേ അല്ലാ. പരസ്യ ജീവിതവും നന്നാക്കി തരണേ അല്ലാ. മാതാപിതാക്കളുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടാൻ, നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ, ഞങ്ങളെ ചെറുപ്പത്തിൽ റഹ്മത്തോടെ കാരുണ്യത്തോടെ നോക്കിയ പോലെ അവരെയും കാരുണ്യത്തോടെ നോക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അവർ മരിക്കുന്നത് വരെ സന്തോഷത്തോടെ അവരെ പരിചരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, കൂടപ്പിറപ്പുകൾ അല്ലാഹുവേ ഞങ്ങൾ അകറ്റല്ലേ അല്ലാ. പിശാച് ഇടപെടുന്നല്ലാ. പിശാചിൻ്റെ എല്ലാവിധ ചെയ്തികളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, റിസ്ഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ റിസ്ഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.